അല്ലാഹുവല്ലേ പറഞ്ഞത്. ആരാണ് അല്ലാഹു എന്നറിയോ? വഅന്നഹു ഏകനായ ഈ അഖില ലോക ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാൻ അവനാരെന്നറിയോ? അവനാണ് നിങ്ങളെ ചിരിപ്പിച്ചത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലും മനസ്സിനും അവന്റെ ഹൃദയത്തിനും സന്തോഷം നൽകിയ, മുഖത്ത് പൂട് സമാധാനത്തിന് അടയാളം നൽകിയ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം കൊടുത്തതാരാ? എപ്പോഴും അവനെ ചിരിപ്പിച്ചതാരാ? അത് അല്ലാഹുവല്ലയോ? അല്ലാഹുവാണ് നിങ്ങളെ ചിരിപ്പിച്ചവന്. അല്ലാഹുവാണ് നിങ്ങളെ കരയിപ്പിച്ചവന്. ചില ആളുകൾക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സന്താപങ്ങളും കണ്ണീരുകളും പ്രയാസങ്ങളും വൈതരണികളും വൈഷമ്യങ്ങളും വൈക്ലഭ്യങ്ങളും ജീവിതത്തിൽ തീരാത്ത കണ്ണുനീര് നൽകിയടാരാ? അതെല്ലാം അല്ലാഹുവല്ലയോ? സഹോദരാ സഹോദരി, മുഅ്മിനേ മുഅ്മിനത്തെ ചിന്തിക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ശരീഅത്തിന്റെ ഏറ്റവും വലിയ പഠനമേതെന്നറിയോ? ഒരാൾക്ക് ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്നത് പടച്ച റബ്ബാ. ഒരാൾക്ക് ജീവിതത്തിൽ സങ്കടം നിശ്ചയിച്ചതും പടച്ച റബ്ബാ. വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ വഅന്നഹു ഹുവ അഗ്നാ. അവനാണ് ചിലരെ സമ്പന്നരാക്കിയത്. ചില ആളുകൾക്ക് അല്ലാഹു സമ്പത്ത് വാരിക്കോരി കൊടുത്തത്. അവർ ചെയ്ത കച്ചവടത്തിൽ അല്ലാഹു വമ്പൻ ലാഭങ്ങൾ കൊടുത്തത്. നല്ല വീടുകളും കൊട്ടാര സദൃശമായ വീടുകളും സുന്ദരമായ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളും ചില ആളുകളെ സമ്പന്നനാക്കിയടാരാ? വഅന്നഹു ഹുവ അഗ്നാ വഅഖ്നാ. അല്ലാഹുവാണ് നിങ്ങളെ സമ്പന്നനാക്കിയത്. കാസർഗോഡന്റെ കേൾക്കാനെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഈ ദേശീയ പാതയിൽ ആകാശം വിട്ട തലയുയർത്തി നിൽക്കുന്ന അമ്പര ചുംബികളായ കൊട്ടാര സദൃശ്യമായ നിങ്ങളുടെ വീടുകളില്ലേ? ആ വീട് വെക്കാൻ നിങ്ങൾക്ക് സമ്പന്നത തന്നതാരാ? അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ, ഫെഡറൽ ബാങ്കിന്റെ ഈ ഏതെങ്കിലും ഒരു പുച്ചക്കാട് ബ്രാഞ്ചിൽ നിന്നല്ലോ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലല്ലോ, വേൾഡ് ബാങ്ക് നിങ്ങൾക്ക് തന്നതല്ലോ. ഇതാരുടെ ഖജനാവെന്നറിയോ? വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായ പടച്ച തമ്പുരാന്റെ ഖജനാവിൽ നിന്ന് അല്ലാഹുവല്ലയോ നിങ്ങൾക്ക് സമ്പന്നതയെ വാരിക്കോരി തന്നത്. അവനാണ് നിങ്ങൾക്ക് സമ്പന്നത നൽകിയത്. മാത്രമല്ല മറ്റൊരാളെ ദാരിദ്ര്യം കൊടുത്തതാരാ? അതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാ. ഒരാളെ സമ്പന്നനാക്കുന്നതും ഒരാളെ ദരിദ്രനാക്കുന്നതും പടച്ച റബ്ബല്ലേ. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, കണ്ട് കണ്ടെന്നിരിക്കും ജനത്തിനെ കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ. മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്ന് കവി പറഞ്ഞതുപോലെ ഇന്നത്തെ കോടീശ്വരനെ നാളത്തെ ദരിദ്രനാക്കുന്നതും ഇന്നത്തെ ദരിദ്രനെ നാളത്തെ കോടീശ്വരനാക്കുന്നതും അതെല്ലാം പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ഒരാൾക്ക് അല്ലാഹു ദാരിദ്ര്യം കൊടുത്തെങ്കിൽ അത് അവന്റെ കുറ്റം കൊണ്ടല്ല, അതവന്റെ കുറവ് കൊണ്ടല്ല, അതവന്റെ പരിമിതി കൊണ്ടല്ല, അതവന്റെ ഏതെങ്കിലും ഒരു അടിസ്ഥാനപരമായ അവകാശ നിഷേധങ്ങളല്ല. അതുകൊണ്ടാണ് വിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം നമ്മോട് പറഞ്ഞത്, ഒരാൾ ദാരിദ്ര്യമുണ്ട് എന്നതിന്റെ പേര് അവൻ നിന്റെ സ്ഥാനമാനങ്ങളോട് യോജിക്കാത്തവനോ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഒരാളെ നിങ്ങൾ അകറ്റി നിർത്തരുത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നിന്റെ മുമ്പിൽ കൈനീട്ടുന്നവനെ ആട്ടിയോടിക്കരുത്. ഒരിക്കലും ദാരിദ്ര്യമുള്ളവനെ കണ്ണുകെട്ടി മറക്കേണ്ടതല്ല, അവനെ മതില് കെട്ടി മറക്കേണ്ടതല്ല. ആരാണോ ദരിദ്രൻ അവനെ നിന്റെ ശരീരത്തിലേക്കും നിന്റെ മനസ്സിലേക്കും ചേർത്ത് പിടിക്കേണ്ടവനാണെന്ന് അല്ലാഹു പറഞ്ഞു കൊടുക്കാനല്ലയോ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായ അറേബ്യൻ ലോകത്തിന്റെ ഭരണാധികാരി ഇന്ത്യയുടെ ഭരണാധികാരിയെ പോലെയല്ലല്ലോ. ഈ ലോകത്തിന്റെ ഏകാധിപത്യ സർവാധിപത്യ സാമ്രാജ്യത്തെ രാജ്യത്തിന്റെ ഏകാധിപതികളെ പോലെയല്ലല്ലോ. 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ തുടർ കാലഘട്ടത്തിൽ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നരായിരുന്ന വരേണ്യവർഗത്തിന്റെ ഉടമകളായിരുന്ന അബൂജഹലും ഉത്ബത്തും ശൈബത്തും കൂടി വന്നിട്ട് പറഞ്ഞുവല്ലോ, മുഹമ്മദേ, നിങ്ങളിനെ ഞങ്ങളത് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വരാതിരിക്കാനുള്ള തടസ്സമേടെന്നറിയോ? ചേരി പ്രദേശത്ത് താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെ അധികാരികളുടെ കണ്ണിൽ നിന്നും മതില് കെട്ടി തിരിച്ച ഏകാധിപത്യത്തിന്റെ ഭരണാധികാരിയുടെ മുമ്പിൽ ലാളിത്യത്തിന്റെയും സ്നേഹത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉദാരതയുടെയും സഹനമായ ഭാവത്തെ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി തങ്ങൾ എന്ന ഭരണാധികാരിയെ മദീനയിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം. ഉത്ബത്തും ശൈബത്തും അബൂജഹലും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, മുഹമ്മദേ, മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് ഇസ്ലാം സ്വീകരിച്ചിട്ട് നിന്റെ അടുക്കൽ വരണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ നിന്റെ കൂടെ സദാസമയത്ത് നടക്കുന്നത് ദളിതരായ, അവർണരായ, അടിച്ചമർത്തപ്പെടുന്ന, ഞങ്ങളുടെ അടുക്കളയിൽ അടിമവേല ചെയ്യുന്ന, ഞങ്ങളുടെ ഒട്ടകത്തിന്റെ ചാണകം ചുമക്കുന്ന കറുത്തവനായ ബിലാലിനെ പോലെ, സുഹൈബിനെ പോലെ, അമ്മാറിനെ പോലെ, ഹബ്ബാബിനെ പോലെ, ഹുബൈബിനെ പോലെയുള്ള പാവപ്പെട്ട ദളിതന്മാരല്ലേ, പാവപ്പെട്ട ദരിദ്ര നാരായണന്മാരല്ലേ ഞങ്ങളുടെ വീടുകളിൽ ഞങ്ങളുടെ ഒട്ടകത്തിന്റെ ചാണകം വാരുന്ന, ഞങ്ങളുടെ വീടുകളിൽ അടിച്ചമർത്തപ്പെട്ടിട്ട് അടുക്കളയിലെ അടിമവേല ചെയ്യുന്ന, ഞങ്ങളെ കണ്ടാൽ കിലോമീറ്ററോളം മാറി നിൽക്കുന്ന, ഒട്ടകത്തിന്റെ കൂടെ എരിത്തിരിൽ കിടന്നിറങ്ങുന്ന ഈ കറുത്തവരായ ദളിതന്മാരുടെ, ഈ ചേരി പ്രദേശത്ത് താമസിക്കുന്ന ദരിദ്രന്മാരുടെ ചാരത്ത് വന്നിരിക്കാൻ, അവരുടെ കൂടെ ഇരിപ്പിടം പങ്കിടാൻ ഞങ്ങൾക്ക് കഴിയില്ല മുഹമ്മദേ. ഞങ്ങള് സവർണരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങള് സവർണരാണ്, ഉന്നത കുലജാതരും, ഞങ്ങള് കുടുംബ മഹിമയുള്ള ഗോത്രത്തലവന്മാരാണ് എന്നവര് പറയുമ്പോ നിന്റെ അടുത്ത് കിടക്കുന്ന ഈ കറുത്തവരായ ദരിദ്രരായ കണ്ണ് കെട്ടിയിട്ട് മാറ്റി നിർത്തേണ്ട ഈ പാവപ്പെട്ടവരെ, ദരിദ്രന്മാരെ അല്പനേരത്തേക്ക് നിങ്ങളുടെ അടുക്കൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഇസ്ലാമിലേക്ക് വരാം നബിയേ മുഹമ്മദേ എന്ന് മക്കാ ഖുറൈശികളുടെ സമ്പന്ന വരേണ്യവർഗത്തിന്റെ മൂടമ്പികളും ആഡംബികളും വന്ന്, ഫ്യൂഡറലിസത്തിന്റെ മാടമ്പികൾ വന്ന് വർത്തമാനം പറഞ്ഞപ്പോ, സഹോദരാ, ഒരിക്കൽ കൂടി ഇന്ത്യ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ ഹബീബായ നബി തങ്ങളുടെ രാജ്യഭരണത്തിന്റെ ഏറ്റവും വലിയ സമത്വത്തിന്റെ മുഖത്ത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലൊരു ചിന്ത വന്നുവത്രേ, അല്ലാഹുവേ, അല്ലാഹുവേ, ഇവര് പറയുന്നത് പോലെ ഒരു അല്പസമയത്തേക്ക് ബിലാലിനെയും സുഹൈബിനെയും അമ്മാറിനെയും ഹബ്ബാബിനെയും ഖുബൈബിനെയും റളിയല്ലാഹു തആല അൻഹും വ അൻഹും അജ്മഈൻ, അവരെ ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയാൽ ഇസ്ലാമിന്റെ ആരംഭകാലമല്ലേ, ഈ ഗോത്രത്തലവന്മാർ ഇസ്ലാമിലേക്ക് വന്നാൽ അവരുടെ അനുയായികളും പുറകെ വരുമല്ലോ. തുടക്ക കാലഘട്ടത്തിൽ ആരുമില്ലാതെ അറേബ്യയിൽ ഒറ്റക്ക് നിൽക്കുന്ന എനിക്കൊരു കരുത്താകുമല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനും മക്ക മുഴുവനും പ്രചരിക്കുവാൻ ഇത് കാരണമാകുമല്ലോ എന്ന് കരുതിയിട്ട് ഹബീബായ നബി തങ്ങളുടെ മനസ്സിലൊരു ചിന്ത വന്നപ്പോ ഒരല്പനേരത്തേക്ക് അവരെ ഒന്ന് മാറ്റി നിർത്തിയാലോ, സ്വന്തത്തിന് വേണ്ടിയല്ല, സ്വത്വത്തിന് വേണ്ടിയല്ല, വൈയക്തികത്തിന് വേണ്ടിയല്ല, അല്ലാഹുവിന്റെ ദീനിനത് ഹിതകരമാകുമല്ലോ എന്ന് കരുതി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചിന്തിച്ചപ്പോ ആ സമയത്താണ് ഹബീബായ മുത്തുനബിയുടെ വീടിന്റെ വാതിൽക്കൽ ഒരു ശബ്ദം കേട്ടത്, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ ചർച്ച നടക്കുന്ന കുടിലിന്റെ വാതിലൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ആരെന്നറിയോ, രണ്ട് കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു പോയ ദളിതനായ പാവപ്പെട്ടവനായ ദരിദ്രനായ മക്കാ ഖുറൈശികളുടെ അടിമവേല ചെയ്യുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു തആല അൻഹു. ആ സലാം കേട്ടപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലും ഉത്ബത്തും അടക്കം
അടക്കമിരിക്കുന്ന ആളുകൾ ആരെയാണോ ആട്ടിയോടിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അതേ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു വാദക്കൽ വന്ന് സലാം പറഞ്ഞപ്പോ സഹോദരാ സഹോദരി വിശുദ്ധ ഖുർആന്റെ ഏറ്റവും ജാജ്വലമായ ഒരു സൂറത്തിന്റെ അവതരണ പശ്ചാത്തലമാണിത്. ഹബീബായ നബി തങ്ങൾ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം അന്ധനാണ്, പാവപ്പെട്ടവനാണ്, ദളിതനാണ്, അധകൃതനാണ്, അവകാശം നിഷേധിക്കപ്പെട്ടവനാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖമൊന്ന് ചുളിഞ്ഞു പോയത്രേ. എന്തിനാണ് ഇബ്നു ഉമ്മു മക്തൂം ഈ സമയത്ത് ഇവിടേക്ക് വന്നത്? ഈ സമയത്ത് വന്നാൽ ഇവരത് കണ്ടിട്ട് തിരിച്ചു പോവുകയില്ലേ എന്ന് പാവപ്പെട്ടവനായ ദരിദ്രനെ കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾ ആ അസഹനീയമായ അരോചകത്വം വെളിയിൽ കാണിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമൊന്ന് മെല്ലെ ചുളിഞ്ഞു പോയി. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാ, സാധാരണ വന്ന് താൻ വടിയിൽ വന്നിട്ട് സലാം പറഞ്ഞാൽ ഹബീബായ മുത്തുനബി തങ്ങൾ ഉടനെ മടക്കാറുണ്ട്. എഴുന്നേറ്റ് വന്ന് വാതിലിൽ വന്ന് അവിടുത്തെ നിസാരത്തിന്റെ കരങ്ങൾ തന്റെ കയ്യിൽ പിടിച്ച് അന്ധനായ തന്നെ വിളിച്ചു കൊണ്ടുപോയി ഇരിപ്പിടത്തിന്റെ ചാരത്ത് കൊണ്ടുപോയി ഇരുത്താറുണ്ട്. പക്ഷേ ഇന്ന് ഹബീബായ നബി തങ്ങളുടെ മറുപടി വരുന്നില്ലല്ലോ. എന്തേ ഹബീബന്റെ അടുക്കലേക്ക് വരാത്തത്? എന്തേ എന്റെ തബീബ് എന്റെ ഹബീബന്റെ കയ്യിൽ വന്ന് പിടിക്കാത്തത്? എന്തേ എന്റെ ഹബീബ് എന്റെ കൽബിന്റെ തബീബ് എന്റെ കയ്യിൽ വന്ന് പിടിച്ചിട്ട് എന്നെ ഇരിപ്പിടത്തിൽ കൊണ്ടുപോയി ഇരുത്താത്തത്? മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിന് വേദനിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദരിദ്രനെ കണ്ടപ്പോ ഒന്ന് മുഖം ചുളിച്ചതേയുള്ളൂ. മതില് കെട്ടി തിരിച്ചില്ല, കൺമറയത്തിൽ നിന്ന് മാറ്റി നിർത്തിയില്ല, ആരും കാണണ്ടെന്ന് പറഞ്ഞില്ല. ഒരു നീരസത്തിന്റെ അടയാളം മുഖത്ത് വന്നപ്പോ ആ ദരിദ്രനായ സഹാബിയുടെ കണ്ണ് കാണാഞ്ഞിട്ടും തന്റെ അകക്കണ്ണ് കൊണ്ട് ഹബീബിന്റെ ഭൂമുഖ പതനം കാണാൻ അവിടുത്തെ ഓലക്കുടിലിന്റെ ഈത്തപ്പനമരത്തിന്റെ കുടിലിന്റെ ചാരത്തെത്തിയ ആ പാവപ്പെട്ട ദരിദ്രനായ അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ കൽബിലൊരു ചെറിയ വേദനയുണ്ടായപ്പോ അല്ലാഹുവിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. മുഅ്മിനത്തെ ആ ദരിദ്രന്റെ കണ്ണ് നിറഞ്ഞത് പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ടില്ല. അതാ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആഗതനായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ ഒരുമിച്ചുകൂടി ഹബീബായ നബി തങ്ങൾക്ക് ആകാശലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു. നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അബസ വതവല്ല അൻ ജാഅഹുൽ അഅമാ വമാ യുദ്രീക ലഅല്ലഹു യസ്സക്കാ ഔ യذكറു ഫതൻഫഉൽ ദിക്റാ. ഹബീബായ നബി തങ്ങളെ അല്ലാഹു ശാസിക്കുകയാണ്. ആരെയാണ് മുഅ്മിനെ ശാസിക്കുന്നത്? ഹബീബായ നബി തങ്ങളെ അല്ലാഹു ശാസിച്ചിട്ട് പറഞ്ഞു, നബിയേ അബസ വതവല്ല, അങ്ങയുടെ മുഖം ചുളിഞ്ഞു പോയോ നബിയേ? അങ്ങയുടെ മുഖത്തിന് നീരസം വന്നോ നബിയേ? കൽബിന്റെ ഉള്ളിൽ ചെറിയൊരു അതിർത്തി വന്നോ നബിയേ? ഒരന്ധനായ പാവപ്പെട്ടവനായ ദരിദ്രനായ എന്റെ അടിമയെ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ നബിയേ? വേണ്ട നബിയേ, വേണ്ട. അങ്ങയുടെ മുമ്പിലിരിക്കുന്ന അബൂജഹലിന്റെയും ഉത്തുബത്തിന്റെയും ശൈബത്തിന്റെയും അവരുടെ പണവും പ്രതാപവും കണ്ടിട്ട് അവർ ഇസ്ലാമിലേക്ക് വരുമെന്ന് കരുതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദരിദ്രനായ ഒരു അടിമയെ കണ്ടപ്പോ അങ്ങയുടെ മുഖം ചുളിഞ്ഞോ നബിയേ? കല്ലാ, വേണ്ട നബിയേ, വേണ്ട, വേണ്ട നബിയേ, വേണ്ട. ഇന്നഹു തദ്കിറാ, ഇതൊരു മുന്നറിയിപ്പാണ്. ഇനി ഇങ്ങനെ ആവർത്തിക്കല്ലേ തിരുദൂതരെ.
സഹോദരാ, ആരെയാണ് ശാസിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെ. ദരിദ്രന്മാര് പടച്ചറപ്പിന് ഇഷ്ടപ്പെട്ടവരാണ്, അവർ അല്ലാഹുവിലേക്ക് അടുത്തവനാണ്. അല്ലാഹു ശാസിച്ചതാർക്ക് വേണ്ടി എന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിനെ. അല്ലാഹു ഈ ലോകം സൃഷ്ടിക്കാൻ കാരണഭൂതരായ, ഈ ലോകത്തിന്റെ പരാവെളിച്ചമായ, ഈ അഖില ലോക ബ്രഹ്മാണ്ഡ ഘടാകത്തിന്റെ അടിസ്ഥാന ആധാരശിലയായ, ലോകത്തിന്റെ വെളിച്ചത്തിന്റെ നിദാനമായ, സമത്വത്തിന്റെ പ്രതീകമായ റജബിന്റെ പുണ്യരാവല്ലേ, ഇതുപോലൊരു രാത്രിയിലെ സപ്തവാനങ്ങളും താണ്ടിക്കടന്ന അതിശീഘ്ര ദുദ്രഗമന വാഹനമായ ബുറാക്കില് കയറ്റി ആകാശലോകത്തിന് അനിർവചനീയമായ ആത്മീയതയുടെ ആനന്ദ തുന്തിരമായ കാഴ്ചകൾ കാണിച്ച് ആകാശലോകം മുഴുവനും കാണിച്ചു കൊടുത്ത അവിടുത്തെ ഹബീബല്ലയോ, ആ ഹബീബിനെയാണ് അല്ലാഹു വിളിച്ചിട്ട് പറഞ്ഞത്, വേണ്ട നബിയേ, ഈ അബൂജഹലിന്റെ അധികാരത്തെക്കാൾ, ഉത്ബത്തിന്റെ സമ്പന്നതയേക്കാൾ, ശൈബത്തിന്റെ കുടുംബ മഹിമയേക്കാൾ അല്ലാഹുവിന് ഇഷ്ടം ദരിദ്രനായ അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിനെയാണ്. അതുകൊണ്ട് അങ്ങ് ചെയ്തതിന് ചെയ്യരുതെന്ന് ശാസിക്കുമ്പോ, സഹോദരാ, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് ജനാധിപത്യത്തിന് ശക്തി കൊടുത്ത മിസ്സസ് ആനി ബസന്റ് പോലും പറഞ്ഞുവല്ലോ, ഈ സൂറത്തിൽ അബസയിലെ ഈ ചരിത്ര പശ്ചാത്തലം എടുത്തിട്ട് ഈ ഖുർആൻ മുഹമ്മദ് അവതരിപ്പിച്ച ഒരു ഗ്രന്ഥമായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ശാസനയുടെ അധ്യായം അതിൽ കാണുമായിരുന്നില്ല. അല്ലാഹു മുഹമ്മദ് നബിയെ ശാസിച്ചുവെങ്കിൽ തീർച്ച ഇതൊരു ദൈവ ഗ്രന്ഥമാണ്, ഇത് മുഹമ്മദിന്റെ മനുഷ്യനിർമ്മിത ഗ്രന്ഥമല്ലെന്ന് മിസ്സസ് ആനി ബസന്റ് പോലും അടയാളപ്പെടുത്തിയ ഇസ്ലാമിക ചരിത്രത്തിലെ പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ഉജ്ജ്വലമായ ചരിത്ര പശ്ചാത്തലമാണ് സൂറത്തുൽ അബസ. അയൽ രാജ്യത്തിന്റെ രാജാധികാരത്തിന് അടയാളം വന്നപ്പോ സ്വന്തം രാജ്യത്തിലെ ദരിദ്ര പൗരന്മാര് മതില് കെട്ടി തിരിച്ച ഭരണാധികാരികളെ കേട്ടുകൊള്ളുക. മദീനയുടെ ഭരണാധികാരി ആരെന്നറിയോ? മക്കയുടെ രാജാവ് ആരെന്നറിയോ? ആ മക്കയുടെ രാജാവാണ് ദരിദ്രന്മാരെ ചേർത്ത് പിടിച്ച ചുട്ടുപടുത്ത് കിടക്കുന്ന മലരാരണ്യത്തിലും മലത്തിക്കിടത്തിയിട്ട് ദാഹത്താല് വാ പൊളിച്ച ബിലാലിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തപ്പോ കറുത്തവനായ ബിലാലിനെ തന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചു വെച്ചിട്ട് ലൈസലിൽ അബിയദി ഫളലുൻ അലൽ അസ്വദി വലൈസലിൽ അറബി ഫളലുൻ അലൽ അജ്മി ഇല്ലാ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടം അവനിലേക്കുള്ള ഹൃദയത്തിന്റെ തെളിച്ചമാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്. നബിയേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ തത്റുദിൽ ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി والعشي يريدون وجها ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഓ നബിയേ, രാപ്പകലുകളുടെ വ്യത്യാസങ്ങളില്ലാതെ അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന പാവങ്ങളെ അങ്ങാട്ടി ഓടിക്കണ്ട നബിയേ. ആ പാവങ്ങൾ അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരാ സഹോദരാ. അതുകൊണ്ട് എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. പാവങ്ങളെ ആട്ടിയോടിക്കാനുള്ളതല്ല. ഒരു ദിവസം കൂടി ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഇന്ത്യയുടെ ഭരണാധികാരി പാവപ്പെട്ടവന്മാരെ മതിൽ കെട്ടിയിട്ടാണ് തിരിച്ചതെങ്കിൽ അതേപോലെ നമ്മളും അവരെ വിമർശിക്കുമ്പോ മനസാക്ഷിയോട് ചോദിക്കട്ടെ, പലപ്പോഴും നമ്മളും അങ്ങനെ മനസ്സിൽ മതിൽ കെട്ടി തിരിച്ചിട്ടില്ലേ? പാവപ്പെട്ടവരെ അകറ്റി നിർത്തിയിട്ടില്ലേ?
നമ്മള് ദരിദ്രന്മാരെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഭിത്തി കെട്ടി തിരിച്ചിട്ടില്ലേ? നമ്മുടെ വീട്ടിലെ ആഡംബര കല്യാണത്തിന് തൊട്ടടുത്ത വീട്ടിലെ പാവപ്പെട്ടവനെ ക്ഷണിക്കാറുണ്ടോ? നമ്മുടെ പ്രധാനപ്പെട്ട സദസ്സുകളിൽ പാവപ്പെട്ടവനായ ആളുകളെ നമ്മൾ വിളിക്കാറുണ്ടോ? മൈലാഞ്ചി കല്യാണവും മഞ്ഞ കല്യാണവും പറഞ്ഞ് പണത്തിന്റെ തിമിർപ്പിലാടി തിമിർക്കുമ്പോ ആ സമയത്ത് എത്രയെത്ര പാവപ്പെട്ടവര് പൊട്ടിക്കരഞ്ഞിട്ട് നമ്മുടെ അയൽപക്കത്തുണ്ട്. മുമ്പിനെ നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ ഞാൻ എന്റെയും നിങ്ങളുടെയും മനസാക്ഷിയോട് ചോദിക്കട്ടെ, ഭരണാധികാരികൾ അഹമ്മദാബാദിലെ തെരുവിലാണ് ഭിത്തി കെട്ടിയിടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആരും കാണാത്തതിനെ ഭിത്തി കെട്ടിയിട്ടില്ലേ? നമ്മുടെ പെൺമക്കള് കൈ നിറച്ചിട്ട് സ്വർണ്ണാഭരണമിട്ട് കാതിലും കരുത്തിലും സ്വർണ്ണമിട്ട് ലക്ഷങ്ങള് പൊടി പൊടിച്ച് കല്യാണം നടത്തി ആ സമയത്ത് വിദേശ നിർമ്മിത കാറിലോ ആഡംബര വാഹനത്തിലേക്ക് നമ്മുടെ പെൺമക്കള് പുതിയാപ്പയുടെ കൈ പിടിച്ചിട്ട് കയറുമ്പോ തൊട്ടടുത്ത നമ്മുടെ മതിലിന്റെ പുറത്ത് 30 വയസ്സായിട്ടും കല്യാണത്തിന് ഭാഗ്യമില്ലാതെ സ്ത്രീധനമെന്ന ദുരാധാരത്തിന്റെ പേരിൽ ജീവിതത്തിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയ സ്വന്തം മകളെ കെട്ടിച്ചയക്കാൻ വേണ്ടി വെള്ളിയാഴ്ച പള്ളിക്കോലാകളിൽ തുണി വിരിക്കുന്ന പാവപ്പെട്ട പിതാവിന്റെ മകള് ഒരു തരി സ്വർണം പോലും തന്റെ കാതിലില്ലാതെ തൊട്ടടുത്ത മുതലാളിയുടെ മകള് കൈ നിറച്ച് സ്വർണ്ണ വളയിട്ട് കാല് നിറച്ചും കാത് നിറച്ചും സ്വർണ്ണമിട്ടിട്ട് ബെൻസുകാരില് പുതിയ ആപ്പിളയുടെ കൈ പിടിച്ച് കയറുമ്പോ ചെറുപ്പക്കാര് ചുറ്റും നിന്നിട്ട് ആഴത്തുള്ളി നൃത്തം ചെയ്യുമ്പോ 30 വയസ്സായിട്ടും തന്റെ കാതിലൊരു തരി സ്വർണ്ണമില്ലാതെ ആ കാഴ്ച തന്റെ ഓല കൊണ്ട് മറച്ച വീടിന്റെ ഓലക്കാതുകൾക്കിടയിലൂടെ നോക്കിയിട്ട് നെടുവേർപ്പെടുന്ന 100 കണക്കിന് പെൺകുട്ടികൾ നമ്മുടെ ചുറ്റുപാടിലില്ലേ? അവരെയൊക്കെ നമ്മൾ വേലി കെട്ടി തിരിച്ചവരല്ലേ? വേണ്ട സഹോദരാ, വേണ്ട. രാവിലെയും വൈകുന്നേരവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ദരിദ്രന്മാരെ നിങ്ങൾ നിങ്ങളുടെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കരുതേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മുടെ നാട്ടിൽ ഭരണാധികാരി വന്നപ്പോ മതില് കെട്ടിയിട്ട് തിരിച്ചു. നമ്മൾ പലപ്പോഴും മതില് വെളിയിൽ കെട്ടിയില്ലെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ മതില് കെട്ടിയിട്ടുണ്ട്. പാവപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും മാറ്റി നിർത്തിയിട്ടുണ്ട്, ഇല്ലേ? പാവപ്പെട്ടവൻ എന്താ വില? SSLCയുടെ പരീക്ഷ നടക്കാൻ പോവുക. SSLCയുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? SSLCയുടെ ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? ആരാണ്? ഷാജഹാൻ. ആരാ താജ്മഹൽ നിർമ്മിച്ചതാരാ? ഉത്തരം പറയും മനുഷ്യന്മാരെ. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോണത്. ആരാണ് താജ്മഹൽ നിർമ്മിച്ചത്? തൊഴിലാളികളാണെങ്കിൽ മാർക്ക് വട്ടപൂജ്യം. SSLCയിലെ ചോദ്യത്തിൽ ചോദ്യം, താജ്മഹൽ നിർമ്മിച്ചതാരാണ്? താഴെ കുട്ടി എഴുതുന്നു ഷാജഹാൻ ചക്രവർത്തി, മാർക്ക് 5. യഥാർത്ഥത്തിൽ താജ്മഹൽ നിർമ്മിച്ചതാരാ? ഷാജഹാനാണ്? അല്ല. പിന്നെയോ? രാപ്പകലുകളില്ലാതെ ആ വെണ്ണക്കൽ പ്രതിമകളെ തങ്ങളുടെ കരവിരുത്തിന്റെ കരകൗശലം കൊണ്ട് ചാർത്തിയെടുത്ത തൊഴിലാളികൾ. വൈസ്രോയി ആയിരുന്ന ജനറൽ സ്ലീമാൻ താജ്മഹൽ സന്ദർശിക്കാൻ വേണ്ടി പോയിട്ട് അദ്ദേഹം തന്റെ ഭാര്യയോട് ചോദിച്ചു, നിനക്കെന്ത് വേണം? ജനറൽ സ്ലീമാന്റെ ഭാര്യ പറഞ്ഞു, എനിക്കും നിങ്ങൾ ഇതുപോലെയുള്ള ഒരു സ്മാരകം പണിത് തന്നാൽ ഇപ്പോൾ എനിക്ക് മരിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് ജനറൽ സ്ലീമാൻ പറഞ്ഞ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആരും അറിയാതെ അവരുടെ പോക്കറ്റിൽ എടുത്തുകൊണ്ടുപോയ വെണ്ണ മാർബിൾ കൊണ്ടുണ്ടാക്കിയ ഷാജഹാന്റെ താജ്മഹൽ. ആ താജ്മഹൽ 2 പ്രാവശ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിൽക്കാൻ വെച്ചതാണ്. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൂടുതലായതുകൊണ്ടാണ് വിൽക്കാൻ പറ്റാതിരുന്നത്. ബ്രിട്ടീഷുകാരൻ ഇന്ത്യയെ വിറ്റു, അറബികൾ ഇന്ത്യയെ പണിതു. താജ്മഹലും ഫത്തേപൂർ സിക്രിയും കുത്തബ് മീനാറും ചെങ്കോട്ടയും അഹമ്മദാബാദും ഒക്കെ അറബികൾ ഇന്ത്യക്ക് സംഭാവന ചെയ്തു. 800 വർഷക്കാലം ഇന്ത്യ അറബികൾ ഭരിച്ചപ്പോ ഒരൊറ്റ കലാപങ്ങളും ഒരു സ്വാതന്ത്ര്യ സമരവും ഇന്ത്യയിൽ ഉണ്ടായില്ല. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 800 വർഷം ഭരിച്ച മുഗളന്മാർ ഇവിടെ ഭരിച്ചപ്പോൾ അവർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന ശരാശരി 40%. ആ സമ്പന്നതയാണ് പോർച്ചുഗീസുകാരെയും ഡച്ചുകാരെയും
ഫ്രഞ്ചുകാരെയും ബ്രിട്ടീഷുകാരെയും ഇന്ത്യയിലേക്ക് ആകർഷിച്ചത്? ആഭ്യന്തര ശരാശരി 40%. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സായിപ്പ് വന്നു. 100 വർഷം തികയുന്നതിന് മുമ്പേ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടു. 800 വർഷം അറബികൾ ഭരിച്ചിട്ടില്ലാത്ത കലാപം 100 വർഷം ഭരിക്കുന്നതിന് മുമ്പേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പൊട്ടിപ്പുറപ്പെടാൻ കാരണം എന്താണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ വിട്ടിട്ട് 947 തിരിച്ചു പോകുമ്പോ ഇന്ത്യയുടെ ആഭ്യന്തര ശരാശരി വെറും 4.5%. മുഗളന്മാർ, മുസ്ലിമീങ്ങൾ ഞങ്ങൾ ഇന്ത്യ ഭരിച്ചപ്പോ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന ശരാശരി 40%. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിച്ചപ്പോ സ്വാതന്ത്ര്യം കിട്ടുമ്പോ 4.5%. ആ തകർന്നു പോയ ഇന്ത്യയെ മുഴുവൻ വിറ്റുമുടിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷുകാർ. ആ ദാരിദ്ര്യത്തിന്റെ കാലത്താണ്, നെഹ്റുവിന്റെ കാലത്ത്, താളം തകരയും തിന്ന് വിശപ്പടക്കിയിട്ട് പാവപ്പെട്ട മലയാളികൾ അടക്കമുള്ളവർ അവർ ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി അവർ പലായനം നടത്തിയത്. ചിലർ ഒരു നേരത്തെ ഒരു ഇരുമ്പ് വെട്ടിയും കയ്യിൽ തൂക്കി ഉടുക്കാനുള്ള വസ്ത്രവും ചുത്തടക്കാനുള്ള ഭക്ഷണവും തേടി അവർ ബോംബെയിലും മദ്രാസിലേക്കും പോയി. ചിലർ മദിരാശിയിലേക്കും ബംഗ്ലാദേശിന്റെ അതിർത്തികളിലേക്കും പോയി. അങ്ങനെ പോയ അവർ ഒരു നേരത്തെ അന്നം കണ്ടെത്താൻ വേണ്ടിയാണ് അതിർത്തികൾ കടന്ന് അവർ അഭയാർത്ഥികളായത്. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് അവർ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അഫ്ഗാനിലും പാകിസ്ഥാനിലും കുടിയേറി പാർത്തത്, അല്ലാതെ ഭീകരവാദികളായിട്ടല്ല. അന്നം തേടി പോകുന്നവന് എന്ത് അതിർത്തിയാണ് രാജ്യത്തിന് ഭരിക്കാനുള്ളത്? ശൈത്യകാലമാകുമ്പോൾ സെർബിയൻ കൊക്കുകൾ കടലിന്റെ പുഴയിലേക്ക് അന്നം തേടി വരാറുണ്ട്. ആ കൊക്കുകൾ ഏത് അതിർത്തി നോക്കിയിട്ടാണ് പാറി വരുന്നത്? അന്നം തേടി പോകുന്നവന് അതിർത്തികളില്ലാത്ത അഭയാർത്ഥികളാണ്. അതുകൊണ്ടാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, അന്നം തേടി പോകുന്നവന് എന്ത് രാജ്യത്തിന്റെ അതിർത്തി വരെ അവനെന്ത് അഭയാർത്ഥി. അതുകൊണ്ടാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത്, ഈ ഭൂമി എന്റേതുമല്ല, ഈ ഭൂമി നിന്റേതുമല്ല, ഈ ഭൂമി എന്റെയും നിന്റെയും തന്തമാരുടേതുമല്ല. ഈ ഭൂമി അത് പടച്ചതമ്പുരാന്റെ ഭൂമിയിൽ താമസിക്കാൻ ആരാണ് ആധാരം കൊടുക്കേണ്ടത്? പടച്ചറപ്പിന്റെ മണ്ണില് താമസിക്കാൻ ആരോടാണ് നമ്മൾ രേഖകൾ കൊടുക്കേണ്ടത്? ഈ ഭൂമി എന്റേതുമല്ല, നിന്റേതുമല്ല, നമ്മുടെ പിതാക്കന്മാരുടേതുമല്ല. ഈ ഭൂമി ദൈവത്തിൻ്റെതാണ്. ഞാൻ അതുവഴി പോയാൽ പിന്നെ NRCയിലൊക്കെ പോകും. വേണ്ട. എന്റെ പൊന്നു സഹോദരങ്ങളെ, എന്താ നമ്മുടെ രാജ്യത്തിന്റെ ഗതി? ഗാന്ധിജി ഇന്ത്യക്കാർക്ക് വേണ്ടി സായിപ്പിനെ കുടിയിറക്കി. നമ്മുടെ പ്രധാനമന്ത്രി സായിപ്പിന് വേണ്ടി ഇന്ത്യക്കാരെ കുടിയിറക്കി. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ദരിദ്രന്മാർ, ഞാൻ പറഞ്ഞത് താജ്മഹൽ നിർമ്മിച്ചത് തൊഴിലാളികളാണെന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ സഹോദര? ഇല്ല. എന്നാൽ യഥാർത്ഥത്തിൽ അത് നിർമ്മിച്ചത് തൊഴിലാളികളാണ്. അതുകൊണ്ട് ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിഷയത്തിന് 2 പാർട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്താൽ പറയാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞ നേരത്തെ തുടങ്ങിയാൽ സംസാരിക്കാൻ ഒരു റാഹത്തുണ്ട്, ഇല്ലെങ്കിൽ കറാഹത്താണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പറയും. എന്താ സദസ് സ്റ്റേജ് ഒക്കെ ഒരു മൂകത ഇരിക്കണം. ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞോണ്ടാണ്. ഒരു ചിരിയില്ലല്ലേ? അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. യഥാർത്ഥത്തിലെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ പോരാ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ്. എന്താ സലാത്ത് ചൊല്ലാത്ത? നിങ്ങൾ എന്താ മുഅ്മിനീങ്ങളെ, എന്റെ പൊന്നു മനുഷ്യന്മാരെ, നിങ്ങൾ എന്താ സലാത്ത് ചൊല്ലാത്ത? ഇങ്ങനെ സലാത്ത് ചൊല്ലുക? പൂച്ചക്കാടെന്ന് പേരേ പാടുള്ളൂ. പൂച്ചയെ പോലെ ഇങ്ങനെ പതുങ്ങാൻ പാടില്ല. പുലിയെ പോലെ കുതിച്ചു ചാടും. പൂച്ചക്കാടെന്ന് പേരിൽ അങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ പൂച്ചയെ പോലെ ഇങ്ങനെ പതുങ്ങിക്കിടന്ന ഒരു ഉസിരുണ്ടാവില്ല. പുലിയെ പോലെ ഉസിര് വേണം. ഉറക്കെ
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله صلاة الله. നിങ്ങൾക്ക് ഹബീബായ നബി തങ്ങളോട് സ്നേഹമുണ്ടോ? ഉണ്ടോ? നബി തങ്ങളോട് സ്നേഹമുണ്ടോ? നിങ്ങൾ ദുആ ചെയ്യാറുണ്ടോ? എപ്പോഴും ദുആ ചെയ്യാറുണ്ടോ? എന്നാൽ ദരിദ്രന്മാരുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിന്റെ രണ്ടാം ഭാഗം നമുക്ക് ലാസ്റ്റ് പറയാം. ഹബീബായ നബി തങ്ങൾ ഒരു ദുആ ചെയ്യാറുണ്ടായിരുന്നു. ആ ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യുവോ? ഉറപ്പ്? ഇത് LDF UDF ഉറപ്പ് പറയും പോലെ ആവോ? ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയും. ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദാ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആ ഉണ്ട്. ആ ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യൂലേ? ചെയ്യുന്ന ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കെ, രണ്ട് കൈയും പൊക്കിക്കെ. ഉടനെ പൊക്കു മനുഷ്യന്മാരെ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്നുകൂടി പൊക്കി താഴ്ത്തി. ഉറക്കം പോയില്ലേ? മണി 11 സദസ്സും കൂട്ടുകൊണ്ട് പാടാൻ സമയമില്ല, നാട്ടുവർത്താനം പറയാൻ. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സദാ സമയം ദുആ ചെയ്യാറുണ്ടായിരുന്നത്രേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി വതർക്കൽ മുൻകറാത്തി വഹുബ്ബൽ മസാകീൻ വഇദാ അറദ്ത ബിഇബാദിക ഫിത്നതൻ ഫഖബ്ലിനി ഇലൈക ഗൈറ മഫ്തൂനീൻ. സഹോദരാ സഹോദരി കേൾക്കണേ, മുഅ്മിനേ മുഅ്മിനത്തെ ശ്രദ്ധിക്കണേ. ഇതൊരു നിസ്സാര വിഷയമല്ല. ഖബറും കഫന്നുണിയും മരണവും മരണാനന്തരവും ഖബറും മുൻകരും നക്കീറും ഹിസാബും സിറാത്തും മീസാനും ഒക്കെ പറയുന്നത് പോലെ ഇക്കാലത്ത് നമ്മൾ അതീവ ജാഗ്രതയോടെ ശ്രദ്ധയോടെ സമീപിക്കേണ്ട ഒരു വിഷയമാണിത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, അല്ലാഹുമ്മ അല്ലാഹുവേ 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 ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്തി. അല്ലാഹുവേ എപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നബി തങ്ങളുടെ ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅലൽ ഖൈറാത്ത്. എപ്പോഴും നല്ലത് മാത്രം ചെയ്യിപ്പിക്കണേ റബ്ബേ. വതർക്കൽ മുൻകറാത്തി. നിനക്ക് വെറുക്കപ്പെട്ട ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതോടൊപ്പം തന്നെ വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ അല്ലാഹുവേ മുഅ്മിനേ മുഅ്മിനത്തെ ഒരു ദിവസമെങ്കിലും നിസ്കാരപ്പായിരുന്നിട്ട് കൽബറിഞ്ഞിട്ട് ഈ ദുആ നമ്മൾ ചെയ്യുമോ? വഹുബ്ബൽ മസാകീൻ. അല്ലാഹുവേ പാവങ്ങളോടുള്ള ഹുബ്ബ് എനിക്ക് നൽകണേ അല്ലാഹ്. ദരിദ്രന്മാരോടുള്ള സ്നേഹം നൽകണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാരെ എന്റെ കൂട്ടുകാരാക്കണേ അല്ലാഹ്. എത്ര വലിയ ദുആയാണിത്. നമ്മുടെ നാട്ടിലൂടെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചു നടക്കുന്ന, നമ്മുടെ നാട്ടിൽ ആട്ടിയോടിക്കപ്പെടുന്ന ഒരാളെ കുറിച്ച് നമ്മൾ പറയോ ഇയാളെന്റെ കൂട്ടുകാരനാണെന്ന്. മന്ത്രിയെ കണ്ടാൽ പറയും എന്നെ അടുപ്പക്കാരനാ, MLA എന്റെ അടുപ്പക്കാരനാ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, പള്ളിയിലെ ഖത്തീബുമാർക്ക് ചോറ് എടുത്തു കൊണ്ടുവരുന്ന ഈ പള്ളിയിലെ പാവപ്പെട്ട ഒരു മനുഷ്യനെ കണ്ടാൽ ഇതെന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ എപ്പോഴെങ്കിലും നമ്മൾ തയ്യാറാകുമോ? പക്ഷേ ഹബീബായ നബി തങ്ങൾ എപ്പോഴും പറയുമായിരുന്നത്രേ, അല്ലാഹുവേ അല്ലാഹുവേ വഹുബ്ബൽ മസാകീൻ. സാധുക്കളെ എന്റെ കൂട്ടുകാരാക്കണേ അല്ലാഹ്. പറയുക മാത്രമല്ല, ദുആ ചെയ്യുക മാത്രമല്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരാരാ? സയ്യിദുനാ ബിലാൽ. ബിലാൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനല്ലേ? സുഹൈബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂട്ടുകാരനല്ലേ? അമ്മാർ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂട്ടുകാരനല്ലേ? പാവപ്പെട്ടവരെ തന്നെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു വെച്ചു ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ.
പറ മനുഷ്യന്മാരെ, സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഏറ്റവും ഇഷ്ടം പാവപ്പെട്ടവരോടാക്കണേ റബ്ബേ. നമ്മൾ പറയാ പടച്ചോനെ, ആ പാവപ്പെട്ടവനുണ്ടല്ലോ ഒന്നിനും പറ്റാതെ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച, ആരുടെ വീട്ടിൽ വന്നാലും ഒരു അവസരം കിട്ടാത്ത, പള്ളിയുടെ വെള്ളിയാഴ്ച പള്ളിയുടെ മുമ്പിൽ തുണിയും പിടിച്ചേക്കണ ഒരാള് എന്റെ ഹബീബാണ് കേട്ടോ. പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? എന്റെ നമ്മളും ഈ മനസ്സിൽ ഈ മതില് കെട്ടിയിട്ടില്ലേ? മോദി മാത്രമല്ലല്ലോ, നമ്മളും മനസ്സിൽ മതില് കെട്ടിയിട്ടില്ലേ? മോന്റെ കല്യാണായി, ആരെയൊക്കെ വിളിക്കണം? അത് ആ ഇച്ചായ വിളിക്കണം, ഈ ഇച്ചായ വെക്കണം, മേലെ ഇച്ചായ വെക്കണം, കീഴെ വിളിക്കണം. അപ്പോഴാരോ MBA വിളിക്കണം, MLA വിളിക്കണം. പട്ടിയാലി നിക്കാഹ് മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ തന്നെ നടത്തണം. ലിസ്റ്റ് ഇട്ടു. അപ്പോഴാരോ പറഞ്ഞു പള്ളിയിലെ ഖത്തീബിച്ച. അതിപ്പോ ലാസ്റ്റ് നമുക്ക് എപ്പോഴേലും വിളിക്കാം. പള്ളിയിലെ മുയിലിയാരിച്ച, പള്ളിയിലെ മുക്രിച്ച, അതിപ്പോ എപ്പ വിളിച്ചാലും വരൂല്ലോ. അവര് നമ്മുടെ ശമ്പളം മേടിച്ചിട്ട് നമ്മുടെ പള്ളിയിലെ ജോലി ചെയ്യണല്ലേ. അതിപ്പോ ഞായറാഴ്ചയാണ് കല്യാണമെങ്കിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കരിച്ചിട്ട് അവരോട് പറഞ്ഞാലും മതി എന്ന് പലപ്പോഴും മതില് കെട്ടാറില്ലേ നമ്മൾ? വേണ്ട, പള്ളിയിലെ ഖത്തീബിന് ചോറ് വാങ്ങിച്ചോണ്ട് വരണ ഒരു പാവം നാടൻ കാക്ക ഉണ്ടാവൂലോ. ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. സുഖമില്ലാതെ കിടക്കാൻ അള്ളാഹു ശിഫ കൊടുക്കട്ടെ, അള്ളാഹു ശിഫ കൊടുക്കട്ടെ. എത്ര പേര് പോയി ആ മനുഷ്യനെ കണ്ടു വീട്ടില് സുഖമില്ലാതെ കിടന്നിട്ട്? ഹോസ്പിറ്റലിൽ എത്ര പേര് പോയി കണ്ടു? എന്നാ നമ്മുടെ നാട്ടിലെ പ്രധാനി ഹോസ്പിറ്റലിലേക്ക് കടന്നാൽ നമ്മൾ പോയി കാണൂലേ? നമ്മൾ വിചാരിക്കും കണ്ടില്ലെങ്കിൽ അദ്ദേഹം എന്ത് വിചാരിക്കും? കളക്ടറുടെ അമ്മ മരിച്ചു, ആളുകളെല്ലാം കൂടി മയ്യത്ത് കാണാൻ പോയി. ഓടിപ്പോണതിന്റെ ഇടയിൽ ആരോ പറഞ്ഞു എവിടെ പോണോ? കളക്ടറുടെ അമ്മ മരിച്ചു, കാണാൻ പോവാൻ. അപ്പൊ ആരോ പറഞ്ഞു കളക്ടറുടെ അമ്മയല്ല മരിച്ചത്, കളക്ടറാണ് മരിച്ചത്. അപ്പൊ പിന്നെ എല്ലാരും തിരിച്ചു. അമ്മ മരിച്ചിട്ട് കാണാൻ പോയില്ലെങ്കിൽ കളക്ടർ എന്ത് വിചാരിക്കും? ഇപ്പൊ കളക്ടറാ മരിച്ചെങ്കിൽ പിന്നെ ആരെ കാണാനാ പോണത്? കളക്ടറെ അമ്മ മരിച്ചിട്ട് കാണാൻ പോയില്ലെങ്കിൽ കളക്ടർ പിന്നെ പോയാൽ സ്വീകരിക്കോ? എന്റെ പൊന്നു മനുഷ്യന്മാരെ, ഒരു കല്യാണത്തിന് എത്ര പേര് അദ്ദേഹത്തെ വിളിക്കാറുണ്ട്? ഏറ്റവും അവസാനം ഓർമ്മ വന്നാല് വെള്ളിയാഴ്ച കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒന്ന് വിളിക്കും. ഞാനീ പറയണേല് നിങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം തോന്നണുണ്ടോ? ഉണ്ടോ? എന്നാ നമ്മളെ രണ്ടുപേര് ഈമാനുള്ളവരാണ്. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. നമ്മളൊരു കാര്യം പറയുമ്പോ അക്കാര്യത്തിൽ നമുക്ക് ഒരു വിഷമവും തോന്നരുത്. പടച്ചോനെ, അള്ളാഹ് ഇഷ്ടപ്പെട്ട കാര്യമാണെങ്കിൽ ഞാനത് ചെയ്യും റബ്ബേ. അള്ളാഹ് ഇഷ്ടപ്പെടാത്തതാണോ ഞാനത് മാറ്റും റബ്ബേ. അത്ര ഓർത്താ മതി. അല്ലാതെ ഞാൻ നിങ്ങളെ വിമർശിക്കാൻ വന്ന ഒരാളോ നിങ്ങളെ കുറ്റം പറയാൻ പറഞ്ഞ ഒരാളും അല്ല. എന്റെ ഒരു ശൈലിയിൽ അങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ പള്ളിയിൽ ചോറെടുക്കണ ഒരാള്, പള്ളിയിലെ ഇമാമിന് ചോറ് കൊണ്ടുവരുന്ന ഒരാളുണ്ടാവും. ഒരു വലിയ പാത്രത്തില്, ട്രെയിനിന് ഇത്രയും ബോഗി ഉണ്ടാവില്ല, അത്രയും വലിയൊരു പാത്രത്തിൽ പറഞ്ഞ ആളുണ്ടാവും. നമ്മൾ അവരെ മാറ്റി നിർത്താറുണ്ടോ? എങ്കിൽ അള്ളാഹുവിൽ നിന്ന് നമ്മൾ അകന്നുപോയവരാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ പറയൊരു പാവപ്പെട്ട തൊഴിലാളിയെ കാണുമ്പോ യഥാർത്ഥത്തിൽ ഇയാൾ എന്റെ സുഹൃത്താണെന്ന് പറയാറുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. യഥാർത്ഥത്തിൽ ദരിദ്രന്മാരാരാ? ആ ദരിദ്രന്മാര് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും അടുപ്പമുള്ളവരാ. സഹോദരാ, സഹോദരി, ആ ദരിദ്രന്മാരെ നിങ്ങൾ ആട്ടിയോടിക്കരുത്. നമ്മുടെ വീട്ടിലൊരാള് ഒരു നേരത്തെ അന്നത്തിന് വന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരോട് ചോദിക്കുവത്രേ, ഞാൻ നിന്റെ മുമ്പിൽ വിശന്നിട്ട് വന്നുവല്ലോ, എന്തേ നീ എനിക്ക് ഭക്ഷണം തരാതിരുന്നത്? ചോദിക്കും അല്ലാഹുവേ, നീ എന്റെ മുമ്പിൽ ഭക്ഷണത്തിന് വരികയോ? ലോകത്തുള്ള കോടാനുകോടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന റാസിക്ക് നീയല്ല റബ്ബേ, നിനക്കെന്തിനാണ് ഭക്ഷണം ആവശ്യം? നീ എന്റെ വീട്ടിൽ ഭക്ഷണത്തിന് വന്നെങ്കിൽ എല്ലാം നിനക്ക് തരുമായിരുന്നല്ലോ റബ്ബേ, എന്താണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയും, നിന്റെ വീട്ടുമുറ്റത്ത് എത്ര പേര് നേരത്തെ ഭക്ഷണത്തിന് കൈനീട്ടി വന്നു, അവരെയൊക്കെ നീ ആട്ടി
ഓടിച്ചില്ലേ, ആ വന്നവരെ ഞാൻ പറഞ്ഞു വിട്ടവരാണ്, നീ എന്നെ ഓടിച്ചതിന് തുല്യമാണ് എന്ന് അല്ലാഹു മറുപടി പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരോട് ഓർമ്മിപ്പിക്കുകയാ, എപ്പോഴും സദാസമയവും വീട്ടിലുള്ളവര് നിങ്ങളല്ലേ. ഒരാള് മുമ്പിൽ വന്നാൽ, ഒരു സഹായം ചോദിച്ചു വന്നാൽ, ഒരൽപ്പം ഭക്ഷണം ചോദിച്ചു വന്നാൽ, മകളെ കെട്ടിക്കാൻ ചോദിച്ചു വന്നാൽ അവരെ ആട്ടി ഓടിക്കരുത്. ഉള്ളതനുസരിച്ചിട്ട് അവർക്ക് സദക്ക കൊടുക്കണേ. ആ സമയത്ത് ബാക്കവി പറഞ്ഞ ഈ വാക്കോർക്കണേ, ഈ വന്നത് ഈ പാവപ്പെട്ടവനല്ല, ഇത് പടച്ച തമ്പുരാൻ പറഞ്ഞു വിട്ടതാണ്. ഇവരെ ആട്ടി ഓടിച്ചാൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ബോധം വേണേ. ഇനി കൊടുക്കാൻ ഒന്നും നിന്റെ കയ്യിലില്ലെങ്കിൽ ഖൗലും മഅറൂഫിൻ സദഖൈറും മിൻ സദഖ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് സഹോദരാ ഇപ്പൊ എന്റെ കയ്യിലില്ല, പിന്നെ നിങ്ങൾ വന്നാൽ ഞാൻ തരാമെന്ന് ഒരു നല്ല വാക്ക് പറഞ്ഞു വിട്ടാൽ അതൊരു സദഖയേക്കാൾ പ്രതിഫലമുള്ളതാണെന്ന്. ലോകമാന്യത ആഗ്രഹിച്ചിട്ട് കൊടുക്കുന്ന ലക്ഷത്തിനേക്കാൾ ഒന്നും ആഗ്രഹിക്കാട് ഒരു പാവപ്പെട്ടവനോട് പുഞ്ചിരിയോടെ പറയുന്ന ഒരു വാക്കിന് സഹോദരാ 1000 പേരുടെ മുമ്പിൽ എന്റെ പേര് വായിക്കപ്പെടണം, എല്ലാവരും എന്നെ കുറിച്ച് വലിയ ധർമ്മിഷ്ഠനാണെന്ന് പറയണം എന്ന ഉദ്ദേശത്തെ 1 കോടി കൊടുക്കുന്നതിനേക്കാൾ വലിയ സദക്കയാണ്. ഒന്നുമില്ലാത്ത ഒരുത്തന്റെ മുമ്പിൽ ഒരു പാവപ്പെട്ടവൻ വരുമ്പോ നല്ല പുഞ്ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചിട്ട് സഹോദരാ എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല, ഇൻഷാ അല്ലാഹ് ഇനി ഒരിക്കലും കാണുമ്പോ ഞാൻ എന്തെങ്കിലും തരാം, അല്ലാഹു നിന്നെ സഹായിക്കട്ടെ എന്ന് ഒരാൾ പറഞ്ഞാൽ അതിനാണ് ഏറ്റവും പ്രതിഫലമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇനി ഒരാളോട് പറയാം എന്റെ ഇല്ല, എന്നാൽ ഇൻഷാ അല്ലാഹ് ഇനി കാണുമ്പോ തരാം എന്ന് പറയാം. അതൊക്കെ ഒരു വലിയ സ്വഭാവമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി വിഷയത്തിന്റെ രണ്ടാമത്തെ ഭാഗം, ഇത്രയും നേരം ഞാൻ സമ്പന്നരോടാണ് പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന രണ്ടാമത്തെ ഭാഗം എല്ലാ ദരിദ്രന്മാരോടുമല്ല, എല്ലാ ദരിദ്രന്മാരുമല്ല. ദാരിദ്ര്യമുണ്ട്, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖിയുമാണ്. അല്ലാതെ എല്ലാ ദരിദ്രന്മാരുമല്ല, അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന രാപകലില്ലാതെ ദിക്റുകൾ ചെല്ലുന്ന നല്ല ദരിദ്രന്മാർ. ദരിദ്രന്മാര് മോശമുണ്ട്. 2 വിഭാഗം ആളുകൾ, അവരെ അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. അതോ അതിൽ പെടണോ? 2 വിഭാഗം ആളുകൾ, ആ 2 വിഭാഗം ആളുകളെ അള്ളാഹു തീരെ ഇഷ്ടമല്ല. അവരിലേക്ക് അള്ളാഹു നോക്കുകയേയില്ല. ആഖിറത്തിലെത്തുന്നാൽ അവരോട് അള്ളാഹു സംസാരിക്ക പോലും ഇല്ല, മാറ്റി നിർത്തിക്കളയും. ഒന്നാലോചിച്ച് നോക്കി, കുറെ ആളുകൾ കൂടുന്ന സ്ഥലത്ത് നമ്മൾ പരസ്പരം സംസാരിക്കുന്നു, 2 പേരെ മാറ്റി നിർത്തിയിരിക്കുന്നു, അവരുടെ മുഖത്താരും നോക്കണില്ല, അവരോട് ആരും സംസാരിക്കണില്ല, ഒറ്റപ്പെട്ടു പോകില്ല നമ്മളവിടെ. മഹിശറ എന്ന മഹാസഭയിൽ അവരോട് നോക്കുക പോലുമില്ല 2 വിഭാഗം ആളുകൾ. അള്ളാഹു നമ്മൾ അതിൽ നിന്ന് കാക്കട്ടെ. പറഞ്ഞുതരട്ടെ, ചിരി ഗൗരവമുള്ള കാര്യമാണ്. ഒന്നാമത്തേത് ഫക്കീറുൻ മുത്തകബ്ബിറുൻ, അഹങ്കാരിയായ ദരിദ്രൻ. അവന് ദാരിദ്ര്യമുണ്ട്, അവന് കടങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്, എല്ലാ പ്രയാസങ്ങളും ദാരിദ്ര്യങ്ങളും അല്ലാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവന്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. വഫക്കീറുൻ മുത്തകബ്ബിറുൻ, ദരിദ്രനായ ദരിദ്രൻ, അഹങ്കാരിയായ ദരിദ്രൻ, ആവശ്യത്തിന് പ്രയാസവും കടവും ദുഃഖവും രോഗവും ഒക്കെയുണ്ട്. എന്നാൽ നാട്ടിൽ അടി ഉണ്ടാക്കും അവൻ നെഞ്ചു പിരിച്ച് ഫ്രണ്ടിയുണ്ട്. വെള്ളിയാഴ്ച ചുമയക്കടി ഉണ്ടാക്കാനും അവൻ ഫ്രണ്ടിലുണ്ട്. അവന്റെ അത്രയും വലിയ അഹങ്കാരിയ ദുനിയാവി വേറെ ആരുമില്ല. ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോ ആ ദരിദ്രൻ ആരാ? അള്ളാഹ് ഇഷ്ടപ്പെട്ട ദാരിദ്ര്യമുണ്ട്, ഇഷ്ടപ്പെടാത്ത ദരിദ്രനുണ്ട്. അവനില്ലാത്ത പ്രശ്നവും പ്രയാസവും ഒന്നുമില്ല. എന്നാ നാട്ടിൽ ഏത് കുഴപ്പത്തിനും ആരുണ്ട്? ഇവനുണ്ട്. ആളുകൾ പറയടാ നിനക്ക് നിന്റെ കാര്യം തന്നെ കട്ടത്ത്. നീ ആരടാ എന്നോട് ചോദിക്കാൻ?
നീ ആരെന്നോട് പറയാൻ? സർവ കുഴപ്പത്തിന് അവനുണ്ട്. ദരിദ്രനായ അഹങ്കാരിയായ ദരിദ്രനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ദാരിദ്ര്യമുള്ള പെണ്ണാണ്, എന്നാൽ സർവ്വ അയലോക്കത്തും കുഴപ്പമുണ്ടാക്കുക അവളുണ്ട്. അവളുടെ ജോലി 3 നേരം കഞ്ഞി വെക്കാനുള്ള ഗതി വീട്ടിലില്ല, എന്നാൽ 6 നേരം അയലോക്കത്തെ വീട്ടിൽ ഇത്രയും വസാദ് ഉണ്ടാക്കാൻ തിണ്ണതോറും ഇങ്ങനെ നിരങ്ങി നടന്ന് ആ അയലോക്കത്തുള്ള സർവ്വ പ്രശ്നത്തിന് അവളുണ്ട്. എന്നാ റബ്ബേ പ്രയാസമാണല്ല, നീ മാറ്റിത്താന്ന് നിസ്കാരപ്പായിരുന്ന് കരയാൻ അവൾക്ക് നേരമില്ല. അവളെല്ലാം കുഴപ്പത്തിനുമുണ്ട്. അങ്ങനെയുള്ള ദരിദ്രനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ ആൾ പറയട്ടെ രണ്ടാമത്തെ ആളാരാ? വ്യഭിചാരിയായ വൃദ്ധൻ തലമുടി നരച്ചിട്ടുണ്ട്, താടിയിൽ നര വീണിട്ടുണ്ട്, ഏതാണ്ട് വയസ്സ് 60 കടന്നിട്ടുണ്ട്. എന്നാലും ഇപ്പണി മാത്രം അവൻ നിർത്തിയിട്ടില്ല. വൃദ്ധനായ വ്യഭിചാരി തലമുടി നരച്ചു, താടി നരച്ചു, കാലിന്റെ മുട്ടൊക്കെ അത്ര നിർവാതായി, എന്നാലും ഇപ്പണി നിർത്തിയിട്ടില്ല. അയാൾ അല്ലാഹു കാക്കട്ടെ. ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? ശൈഖുൽ സാനി, വ്യഭിചാരിയായ വൃദ്ധനെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെന്നാണ്. അപ്പൊ വ്യഭിചാരിയായ യുവാവോ? ചെറുപ്പക്കാരെ നമ്മൾ രക്ഷപ്പെട്ടടാ, അള്ളാഹ്ക്ക് നമ്മളോട് വലിയ ഇഷ്ട. നമ്മളങ്ങനെ മഫ്ഹൂമ് മുഖാലഫ നോക്കുന്ന ആളുകളാ. എന്നാ കേട്ടോളി, എന്റെ മോനെ, 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചാൽ കിട്ടുന്ന ശിക്ഷയല്ല 40 വയസ്സുള്ള ഒരാൾ വ്യഭിചരിച്ചാൽ ഇരട്ടി ശിക്ഷ. ഞാൻ പറഞ്ഞ മനസ്സിലാവണുണ്ടോ? 25 വയസ്സുള്ള കരികരുത്ത ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകമായ യുവാവ് വ്യഭിചരിക്കുന്ന ആ യുവാവിന് ശിക്ഷയുണ്ട്. അതിന്റെ ഇരട്ടി ശിക്ഷയാണ് 40 വയസ്സായപ്പോ വ്യഭിചരിച്ചവൻ. 40 വയസ്സിൽ വ്യഭിചരിച്ച ഒരാളുടെ ശിക്ഷയുടെ 3 ഇരട്ടിയാണ് 60-ാമത്തെ വയസ്സിൽ വ്യഭിചരിച്ചവൻ. കാരണം അപ്പോഴും പടച്ചോനെ വയസ്സ് 40 റബ്ബേ, ഇത്രയും നാളിങ്ങനെ അടിച്ചു പൊളിച്ച് ചിരിച്ചും കളിച്ചും രസിച്ചും രമിച്ചും ഹരിച്ചും കളിച്ചും കുളിച്ചും നടന്നു. ഇനി നന്നായിട്ട് നടക്കണോ അല്ലാ? വയസ്സ് 40 തലമുടി നരക്കാൻ തുടങ്ങി. എന്റെ പെണ്ണുങ്ങളെ, എന്റെ പൊന്നു പെണ്ണുങ്ങളെ, തലമുടിയൊക്കെ ഇവിടെ മെല്ലെ നരക്കാൻ തുടങ്ങി. പടച്ചോനെ, ഇനി ഞാൻ ഇങ്ങനെ ഈ ഹിജാബ് കെട്ടിയാൽ പറ്റൂല. തലമറയ്ക്കാതെ ഏതെങ്കിലും പെണ്ണുങ്ങൾ കാസർഗോഡ് ഉണ്ടാവും, കോഴിക്കോട് ഉണ്ടാവും. തലമറയ്ക്കാതെ നടക്കണ ഏതെങ്കിലും പെൺകുട്ടികളെ നിങ്ങൾ മുസ്ലിം പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ? ആ മറയ്ക്കലൊരു മറയ്ക്കലാണെന്നേ ഉള്ളൂ. തലമറക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊന്നും ഒരു ഈമാനിന്റെ അടയാളം, ഈമാൻ നിർഗളിക്കുന്ന ഒരു കർമ്മമായിട്ടത് മാറാറില്ല. സഹോദരി, 40 വയസ്സായി. ആ 40 വയസ്സായാലും മാറ്റം വരണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യഥാർത്ഥത്തിൽ 40 വയസ്സൊരാൾക്കായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ മാറണമെന്നാണ് ഖുർആൻ. ബാക്കവി പറയണത് ഖുർആനാണ്. 40 വയസ്സായാൽ പിന്നെ അതുവരെയുള്ള ജീവിതത്തിന്റെ ശൈലിയല്ല 40 കഴിഞ്ഞാൽ. ബാക്കവിന്റെ വകയല്ല ഖുർആൻ. 40 കഴിഞ്ഞ ആളുകളില്ലേ ഇവിടെ? 40 കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കിക്കാൻ നോക്കട്ടെ. 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈവക്കി. പടച്ചോനെ, 40 വയസ്സ് കഴിഞ്ഞ ആളുകളൊന്ന് കൈവക്കി. ഞാൻ പൊക്കിപ്പാ 42. ഒന്ന് പൊക്കി മനുഷ്യന്മാർ. അല്ലാഹുവേ, നരച്ചവരൊക്കെ പൊക്കിയിട്ടില്ല. ഞങ്ങളെന്താ സന്തൂർ വെച്ചാ കുളിക്കണേ? 40 എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്. ഞാനും കൈവക്കിയല്ലോ. 40-ന്റെ പരിധി എനിക്കും കടന്നു. ഞാൻ നിങ്ങളോട് ഒരു ആയത്ത് പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഇരിക്കണ 2 മണിക്കൂർ നിങ്ങൾക്ക് മുതല. 2 മണിക്കൂർ ഇരിക്കൂലേ? 12 മണി ദുആ കഴിയാതെ ഒരാൾ എഴുന്നേൽക്കൂല എന്നുണ്ടെങ്കിൽ ഞാൻ വഅ്ള് പറയും. കാരണം എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം, വഅ്ള് കഴിഞ്ഞു ദുആയുടെ സമയം ഒരൊറ്റ പോക്ക പറ്റൂല. എല്ലാരും ഇൻഷാ അല്ലാഹ് ദുആയി കഴിയാൻ 12 മണിക്കുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കും. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ് ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്
എല്ലാരും സദസ്. ഇതിപ്പോ ഏതാണ്ടില്ല, ട്രംപ് വന്നപ്പോ മോഡി പണിത മതില് മാതിരിയാ. അപ്പുറ കുറെ ആളുകൾ ആ മതിലിന്റെ അപ്പുറത്തുണ്ട്, എന്നാ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങോട്ട് വന്നൂടെ നമുക്ക്? അഹമ്മദാബാദിൽ 40 വയസ്സ് കഴിഞ്ഞാൽ സഹോദരാ, ഒരു മനുഷ്യന്റെ ജനന മരണങ്ങളുടെ ഇടയിലുള്ള യാദൃച്ഛികതകളും ആകസ്മികതകളും നിറഞ്ഞ ജീവിതം. ആ ജീവിതത്തിന് നാം കടന്നു പോകുമ്പോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വയസ്സാണ് 40 വയസ്സ്. ആ വയസ്സെത്തിയാൽ പിന്നെ ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരി, മുഅ്മിനേ മുഅ്മിനത്തെ ശ്രദ്ധിച്ചു കേൾക്കണേ. ഈ ഒരൊറ്റ കാര്യമൊന്ന് മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രയോജനപ്പെട്ടതാ. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു വബലഗ 40 സനാ ഖാല റബ്ബി ഔസിഗ്നി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, 40 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അടിമുടി മാറണം. അതേവരെയുള്ള ജീവിതത്തിന്റെ ശൈലിയോട് വിട പറയണം. എന്നിട്ട് റബ്ബിനോട് പറയും, റബ്ബി അല്ലാഹുവേ, 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 ഔസിഗ്നി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ. ഇക്കഴിഞ്ഞു പോയ 40 വർഷക്കാലത്തിന് നീ എനിക്ക് വാരിക്കോരി തന്ന അനുഗ്രഹത്തിന് നിന്നോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു റബ്ബേ. വഅലാ വാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്ക് നീ ആ അനുഗ്രഹം നൽകണേ അല്ലാ. എന്നിട്ട് പറയാണ്, റബ്ബേ 40 വർഷം കഴിഞ്ഞല്ലോ, അടിച്ചു പൊളിച്ചു ജീവിച്ചല്ലോ, ഇനി റബ്ബേ വഅൻ അഅമല സാലിഹൻ തർളാ, ഇനി നിനക്കിഷ്ടപ്പെട്ട നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് എന്റെ ആയുസ് ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. വാസ്ലിഹ് ലി ഫീ ദുർരിയതി, 40 കഴിഞ്ഞല്ലോ, എന്റെ കാലുകൾ ബലഹീനമാകുന്നുണ്ട്, എന്റെ ആരോഗ്യം തിരിച്ചു നടക്കുന്നുണ്ട്, പഴയതുപോലെ ബിസിനസ് നടത്താൻ വയ്യ. വാസ്ലിഹ് ലി ഫീ ദുർരിയതി, എന്റെ മക്കളെ അതെല്ലാം ഏറ്റെടുക്കാൻ പ്രാപ്തരാക്കി എന്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കണയല്ലാ. 40 കഴിഞ്ഞാൽ ഏതാണ്ട് നമ്മുടെ മക്കൾക്കൊരു ശരാശരി 25 വയസ്സിൽ കല്യാണം കഴിച്ചാൽ നമ്മുടെ മക്കള് 13, 14, 15 വയസ്സാകുമല്ലോ. ആ സമയത്തല്ലേ മക്കള് വഴിതെറ്റിപ്പോവുക. 40 വയസ്സുള്ള വാപ്പ ദുആ ചെയ്യണേ, ഉമ്മ ദുആ ചെയ്യണേ, വാസ്ലിഹ് ലി ഫീ ദുർരിയതി, എന്റെ മക്കളെ നീ സാലിഹീങ്ങളാക്കണയല്ലോ. മറ്റുള്ളവരുടെ മുമ്പിൽ അപമാന ഭാരത്താൽ തലകുനിക്കുന്ന മക്കളാക്കല്ല റബ്ബേ. പടച്ചവനെ 40 ഇന്നീ തുബ്തു ഇലൈക, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു അല്ലാ, നിന്നിലേക്ക് ഞാൻ തിരിച്ചു നടക്കുന്നു അല്ലാ, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിക്കുന്നു അല്ലാ. ഇനി എനിക്കൊരു യഥാർത്ഥ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കാൻ നീ എനിക്ക് തൗഫീഖ് നൽകണേ അല്ലാ. മുഅ്മിനേ മുഅ്മിനത്തെ 40 വയസ്സെത്തിയാൽ ജീവിതത്തിന് മാറ്റമുണ്ടാവണം, ശൈലിയിൽ മാറ്റമുണ്ടാവണം, രീതിയിൽ മാറ്റമുണ്ടാവണം. കാരണം 40 വയസ്സെത്തിയാൽ അതിന്റെ അർത്ഥമെന്താ? ഇനി പരമാവധി 20 വർഷം കൂടിയല്ലേ ഉള്ളൂ, 30 വർഷം കൂടിയല്ലേ ഉള്ളൂ. റബ്ബേ, ഇനിയുള്ള ജീവിതം ഞാൻ എന്റെ ജീവിതം തീർന്നല്ലോ അല്ലാ. ഓരോ വർഷവും കൊടിഞ്ഞപ്പോ എന്റെ ആയുസ് തീർന്നല്ലോ റബ്ബേ. കൊടിയുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കഴിയുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച, കുറയുന്നു നിന്നുടെ ആയുസ് തീർച്ച. ഓരോ കൊല്ലവും ഓരോ മാസവും കൊടിഞ്ഞു വീടുമ്പോ അല്ലാഹു നിശ്ചയിച്ച ആയുസിൽ നിന്ന് ഒരു കൊല്ലം തീർന്നില്ലേ? 2019 തീർന്നില്ല മുഅ്മിനേ. അല്ലാഹു നിശ്ചയിച്ച ആയുസിൽ ഒരു വർഷം കൂടി പോയില്ലേ? 2020 വന്നില്ലേ? അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തെ നന്നാക്കി തരണേ അല്ലാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലൂടെ 60
60 വയസ്സുള്ള ഒരാൾ കടന്നു പോയപ്പോ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എത്ര വയസ്സായി? അയാൾ പറഞ്ഞു 60 വയസ്സായി. മഹാനവറുകൾ ഉടനെ ചോദിച്ചു, 60 വർഷമായിട്ട് അല്ലാഹുവിന്റെ ഖബറിലേക്ക് നടക്കുകയാണല്ലേ? മഹാനവറുകൾ ഒരു വൃദ്ധനെ കണ്ടു, എത്ര വയസ്സായി? 60 വയസ്സായി. അപ്പോ ഒരു ചോദ്യം, 60 വയസ്സായിട്ട് ഖബറിലോട്ട് നടക്കാണല്ലേ 60 വർഷമായിട്ട്? അയാൾ പേടിച്ചു ഉറച്ചുപോയി. 60 വയസ്സുള്ള ഉപ്പൂപ്പ പൂച്ചക്കാട് പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു. ഖത്തീബ് ഫ്രണ്ട് ഇരിക്കാൻ. ഖത്തീബ് ഉസ്താദ് അപ്പൊ ബാക്കവി ഉസ്താദ് ചോദിച്ചു, എത്ര വയസ്സായി? ഉപ്പ പറഞ്ഞു 60 വയസ്സായി. അപ്പൊ ബാക്കവി ഉസ്താദിന്റെ ഒരു ചോദ്യം, 60 വർഷമായിട്ട് ഖബറിലോട്ട് നടക്കാണല്ലേ? പൊന്നു ഉസ്താദേ, അമ്മാതിരി വർത്താനം. പേടിയോ? ആർക്കും പേടിയുണ്ടാവും. ഖബറിലേക്ക് കേട്ടാല് പേടിയുണ്ടാവും, വല്ലാത്ത പേടിയുണ്ടാവും. ചോദിച്ചു, 60 വർഷമായിട്ട് ഖബറിലേക്ക് നടക്കുകയാണല്ലേ? യഥാർത്ഥത്തിൽ ശരിയല്ല. ഓരോ കാലടി വെക്കുന്നത് ഖബറിലേക്കല്ലേ, നടക്കുന്നത് ഖബറിലേക്കല്ലേ? ഉച്ചക്കാട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് ഈ മജ്‌ലിസ് വരെ നടന്നു വന്നത് 100 കാലടി ഉണ്ടെങ്കിൽ ആ 100 കാലടി ഖബറിലേക്ക് നടന്നതല്ലേ? നടന്ന് 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 നമ്മൾ ഖബറിലെത്തി ചേർന്നിടും. നാള് കൊഴിയും തോറും നമ്മുടെ ആയുസ്സെണ്ണം കുറഞ്ഞിടും. ഓരോ നടപ്പങ്ങട്ടാ. അതുകൊണ്ടാണ് തടവാ ഉസ്താദ് പറഞ്ഞത്, ഗർഭാശയം വിട്ടതു മുതൽ സഫറാണ്, അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണ്. ഖബറിലേക്കുള്ള നടത്തമാണ്. അതുകൊണ്ട് 60 വർഷമായി. അപ്പോ ചോദിച്ചു, ആ 60 വയസ്സുള്ള വൃദ്ധൻ പേടിച്ചിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ ഇന്നാ ലില്ലാഹി എന്നുറക്കെ പറഞ്ഞപ്പോ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്കറിയോ അത്തദിരി മാനാ ഖൗലിക ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി എന്ന് നിങ്ങൾ പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? അയാൾ പറഞ്ഞു, എനിക്കറിയാം. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ഞാൻ അവനിലേക്ക് തിരിച്ചു മടങ്ങി പോകാനുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി. നമ്മൾ പറയാറില്ലേ, ഒരു മുസീബത്ത് വരുമ്പോ പറയണ വാക്കാണ് ഇന്നാ ലില്ലാഹി. ഒന്ന് സഹരിക്കും മനുഷ്യന്മാരിരുന്ന് ഉറങ്ങാണോ? ഇമ്മാതിരി ശബ്ദത്തിൽ വാത് പറഞ്ഞിട്ട് നിങ്ങളിരുന്ന് ഉറങ്ങാണോ? ഇവിടെ വെളിച്ചമില്ലാത്തോണ്ട് കാണാനും വയ്യ. ഫ്രണ്ട് നേരം അതെന്താ അങ്ങനെ? ഫ്രണ്ടിൽ വെളിച്ചം വേണ്ട ആളുകളുടെ. ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകളുടെ കണ്ണ് മാത്രം തിളങ്ങണ എനിക്ക് കാണാൻ പറ്റും, വേറെ ഒന്നും കാണാൻ പറ്റും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പിന്നെ കാസർഗോഡുകാർ വെള്ളം ഇടണോണ്ട് പിന്നെ കാണാനും പറ്റും. വേറൊരു കളറും കൂടെയാണ്, അത് കാണാൻ പറ്റും. നമ്മൾ പറയാറില്ല, എന്താ പറയാനില്ല പറയും. ഒരു ദിക്റിന്റെ പ്രതിഫലം കിട്ടൂല. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താണ് പറഞ്ഞത് വാക്കിന്റെ അർത്ഥമെന്നറിയോ? അനഅബ്ദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വഅന ഇന്നി ഇലൈഹി റാജി, ഏത് സമയത്തും ഞാൻ അവനിലേക്ക് തിരിച്ചു പോകാനുള്ളവനാ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ സമാപനത്തിലോട്ട് കടക്കട്ടെ. മഹാനവറുകൾ പറഞ്ഞു, സഹോദരാ, ഏകനായ അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ളവനാണെങ്കിൽ, ആ പടത്തറപ്പിന് മുമ്പിൽ ഹിസാബിന് നിൽക്കാനുള്ളവനാണെങ്കിൽ, അവൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി തയ്യാറാക്കിയിട്ട് പോകണേ. അല്ലാഹു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ നിനക്ക് കഴിയുമോ? ഒന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ? പറ്റുമോ? പറ്റുമോ?
എന്താ ചോദ്യം? ഞാൻ വിഷയത്തിൽ നിന്ന് മാറിയതല്ല മോനെ. ഇന്നാലില്ല പറഞ്ഞാ പോരാ, അതിന്റെ അർത്ഥം ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അവനിലേക്ക് ഏത് സമയത്തും ഞാൻ മടങ്ങി പോകേണ്ടവനാണ്. എന്നാൽ പടച്ചവൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാവണേ. എന്താ ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാണോ? തയ്യാറാണോ? എന്നാ ചോദ്യേരാ മോനെ. ആദ്യത്തെ ചോദ്യേടാ, നിന്റെ സമ്പത്തിനെ കുറിച്ചാണ്. എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ കൊണ്ട് ചെലവഴിച്ചു? ദരിദ്രന്മാർക്ക് ചോദ്യമില്ലല്ലോ. ഒരർത്ഥത്തില് ദാരിദ്ര്യം ഒരു അനുഗ്രഹമല്ലേ? അല്ലാഹുവിന്റെ ആദ്യത്തെ ചോദ്യമേടാ, നിന്റെ സമ്പത്ത് നീ എവിടെ നിന്നാണ് ചൂണ്ടിക്കാക്കിയത്, എവിടെയാണ് ചെലവഴിച്ചത്? സമ്പന്നന്മാരെ അതിന് മറുപടി പറയാതെ പോവാൻ സാധ്യമല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദ്യത്തെ ചോദ്യം മിൻ ഐന തസബഹു, എവിടെന്ന് സമ്പാദിച്ചു, എങ്ങനെ ചെലവഴിച്ചു? രണ്ട് ചോദ്യം. സമ്പന്നന്മാരെ കൊടുക്കണം. അല്ലാഹു കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. സമ്പന്നന്മാരാരും കൊള്ളൂല എന്നല്ല, എത്ര സമ്പത്തുണ്ടോ അതിനനുസരിച്ച് കൊടുക്കണം. ബഖീലന്മാരാവരുത്. സയ്യിദുൽ ബുഖലായി ഹാദൽ ഖൗമി വഹാദൽ വത്നി ആവരുത്. നന്നായി സദഖ ചെയ്യണം. നമ്മുടെ ബഹുമാനനായ എം എ യൂസുഫ് അലി സാഹിബ്, അല്ലാഹു ആരോഗ്യത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹം ഈ അടുത്തൊരു സമ്മേളനത്തിൽ ഞാനുണ്ട്, അദ്ദേഹം പങ്കെടുത്ത സദസ്സിൽ ആ സ്ഥാപനത്തിന് 1 കോടി രൂപ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് യൂസുഫ് അലിയുടെ ഔദാര്യമല്ല, ഇത് യൂസുഫ് അലിയുടെ കടമയാണ്, അള്ളാഹ് എന്നോട് ചെയ്യാൻ പറഞ്ഞ കടമയാണ്. അങ്ങനെ പറയണമെങ്കിൽ ഒരു മനസ്സ് വേണമല്ലോ. ഇതെന്റെ ഔദാര്യമല്ല, ഇതെന്റെ കടമയാണ്. അല്ല എനിക്ക് സമ്പത്ത് തന്നു, അത് ദീനിന് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി കൊടുക്കണമെന്നുള്ള എന്റെ കടമയാണ്. അതെന്റെ ഔദാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. അതുകൊണ്ട് സമ്പന്നന്മാരെ കൊടുക്കി, ദീനിന് വേണ്ടി കൊടുക്കി. ഈ പൈസ മുഴുവനും കയ്യുമേ വെച്ചിട്ട് എന്ത് ചെയ്യാൻ എന്റെ കുട്ടിയെ? ഈ കാശ് മുഴുവൻ ഇങ്ങനെ കെട്ടിപ്പൊക്കി ബാങ്കിലും അലമാരയിലും വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? അതുപോലെയാണ് നമ്മുടെ ഹാജി പി എ ഇബ്രാഹിം ഹാജി, അള്ളാഹു ആരോഗ്യത്തോടെ ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. മറ്റൊരാൾക്ക് വേണ്ടി ആമീൻ പറഞ്ഞാലേ ആ ആമീൻ പറഞ്ഞ സാധനം അല്ല നമുക്കും തരും. അയാൾക്കാണ്, എന്നാ ഞാൻ ആമീൻ പറയണില്ല, നിനക്കും കിട്ടൂല. നമ്മൾ വിചാരിക്കും അയാൾക്കാണ്, എന്നാ ഞാൻ ആമീൻ പറഞ്ഞു, അവനെ ഡയലോക്കങ്കാരനാണ്, ആ പറയണ നമുക്കും കിട്ടൂല. ദീനീ മദ്രസകളെ, ദീനീ കാര്യങ്ങളെ വലുതായി സഹായിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് അല്ലാഹു. അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മളെയും അങ്ങനെ പറയണം. അദ്ദേഹം ആ സമ്പത്തിനെ അങ്ങനെ വിനിയോഗിച്ച ആളായിരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമല്ലേ? കാരണം അവിടെ അത്ര വലിയ ഹിസാബില്ലല്ലോ. അല്ലാഹു സമ്പത്ത് തന്നാലും മറുപടി പറയാതെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് സഹോദരാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്ത ഏറ്റവും പരമപ്രധാനമായ ദുആ അക്കൂട്ടത്തിലൊരു ദുആയായിരുന്നുവല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹാ, ഉറക്കെ ആയിഷത്തു സിദ്ദീഖ, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. സമയായോ? നിർത്താൻ സമയായ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ പറഞ്ഞ് പിന്നെ റജബല്ലേ, നിങ്ങൾക്കൊരു 4 കാര്യം പറഞ്ഞു തരാനുണ്ട്. അതും കൂടെ പറഞ്ഞ ഇൻഷാ അല്ലാഹ് തമ്മത്തിൽ കിതാബ് ബിഔനില്ലാഹിൽ മലിക്കിൽ വഹാബ്. ആ 4 കാര്യം കൂടെ പറഞ്ഞ അൽഹംദുലില്ലാഹ് റാഹത്തായി. അല്ലാഹു നമുക്ക് നല്ലത് പറയാൻ തൗഫീഖ് നൽകട്ടെ. കേൾക്കണം മുഅ്മിനെ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനത്തെ. ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയാൻ ആയിഷ റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുനാ ആയിഷ റളിയല്ലാഹു അൻഹാ മഹദി അവറുകൾ പറയാ, ഞാൻ ഹബീബായ നബി തങ്ങളുടെ കൂടെ രാത്രിയിൽ കിടന്നു. രാത്രിയിൽ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്താണ് മുസ്തഫായ നബി തങ്ങളുടെ വീട് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്.
اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله ഇൻഷാ അല്ലാഹ്. നമ്മുടെ യൂറൂസിലും മറ്റീടെ സംഘാടകരുടെ ബക്കറ്റുമായി വരുന്നുണ്ട്. എല്ലാവരും ഒരു കാര്യമായ സദഖ ഹബീബായ നബി തങ്ങളുടെ ഒരു ദുആയും പറഞ്ഞ് അവസാനം നമ്മുടെ ജീവിതത്തിൽ അവസാനം വരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അനുഷ്ഠിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളും കൂടി പറഞ്ഞ് നമ്മുടെ സദസ്സ് അവസാനിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. എല്ലാവരും നല്ല സദഖ क्या करूं मेरे जोली है खाली नहीं है. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഉറുദു ബംഗാളി ഹിന്ദി ഒക്കെ പഠിച്ചോളി. ഇനി പള്ളിയിലെ ഖത്തീബും കൂടെ ബംഗാളി ആവാവുള്ളൂ, ബാക്കി എല്ലാം ആയി. ബാക്കിയെല്ലാം ഇപ്പൊ ബംഗാളികളാണ്, മലയാളിക്ക് മടിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ഉഷാറായി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരി സഹോദരി ഏത് സമയത്തും നമ്മൾ പറയാറില്ലേ, പെങ്ങന്മാരെ നമ്മൾ പറയാറില്ല ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, എന്റെ ഭർത്താവിന് മാത്രം ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല. സഹോദരി ആകുലതപ്പെടേണ്ട, ഒരു സമയത്തും അതിന് പേരിൽ പരാതി വേണ്ട. യഥാർത്ഥത്തിൽ ഒരു പെണ്ണും അങ്ങനെ ചിന്തിക്കണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ കച്ചവടക്കാരായ ഭർത്താക്കന്മാർ രാവിലെ കച്ചവടത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോ അവരുടെ ഭാര്യമാര് അവരോട് പറയുമായിരുന്നു അത്രേ, ഇയ്യാക വകസ്ബൽ ഹറാം, ഭർത്താവേ നിങ്ങളെയും ഹറാമായ സമ്പാദ്യത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണേ. കച്ചവടം ചെയ്തിട്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോ എനിക്കും എന്റെ മക്കളുടെ പള്ളയിലെ ഹറാം പോകുന്ന ഭക്ഷണം കൊണ്ടുവരരുത്. എന്റെ മുഅ്മിനേ മുഅ്മിനത്തെ, ദാരിദ്ര്യം കാരണത്താലോട് ഭർത്താവിനോട് പറയാറില്ലേ, ലോട്ടറി എടുത്തോ സമ്പന്നനാവാം, പലിശ കൊടുത്തോ സമ്പന്നനാവാം. എത്ര വലിയ കൊടും ദാരിദ്ര്യം വന്നാല് ഹറാമിനെ ആഗ്രഹിക്കരുതേ. ഹബീബായ നബി തങ്ങളുടെ മദീനത്തെ പെണ്ണുങ്ങൾ തന്റെ ഭർത്താക്കന്മാരെ കച്ചവടത്തിന് പോകുമ്പോ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന സ്ത്രീകൾ ഉണ്ടായിരുന്നല്ലോ, ഇയ്യാക വകസ്ബൽ ഹറാം, നിങ്ങളെയും ഹറാമായ സമ്പാദ്യത്തെ സൂക്ഷിക്കണേ എന്ന് പറയുന്ന പെണ്ണുങ്ങൾ നമ്മൾ വീട്ടിൽ വേണം. കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന സഹോദരിമാരെ ആഡംബരത്തെ കൊതിച്ചിട്ട് നിങ്ങൾ ഹറാമിനെ പെടുത്തുവായിക്കരുത്. യഥാർത്ഥത്തിൽ സന്തോഷമുള്ള ദാരിദ്ര്യം വലിയൊരു അനുഗ്രഹമല്ലയോ? ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളുടെയും നേതൃത്വം ഏറ്റെടുത്ത മഹതിയായ ആയിഷ റളിയല്ലാഹു തആല പറയാ, ഒരു പാതിരാത്രിയില് ഞാൻ എന്റെ ഹബീബിനോടൊത്ത് ഉറങ്ങാൻ കിടന്നു. ആരെങ്കിലും ദാരിദ്ര്യത്തിന്റെ പേരിൽ മനസ്സിൽ നിരാശയുണ്ടെങ്കിൽ സഹോദരി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വാക്ക് കേട്ടോളൂ. പാതിരാ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഹബീബിനെ കാണുന്നില്ല. പലയിടത്തും ഞാൻ നോക്കി, എന്റെ റസൂലിനെ കാണുന്നില്ല. ഞാൻ അവിടെ നിന്ന് പല ഭാഗത്തും നോക്കി, എവിടെ എന്റെ ഹബീബ്, ഇവിടെ? പാതിരാ സമയത്ത് എന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് കിടന്ന എന്റെ ഹബീബ് ഇവിടെ? ഞാൻ ആ മദീന പട്ടണം മുഴുവനും രാത്രിയിൽ നോക്കി, അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നില്ല. അവസാനം എന്റെ ഹൃദയത്തിൽ ഒരു ചിന്തയായി, രാത്രിയിൽ ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ മറ്റുള്ള ഭാര്യമാരുടെ അടുക്കലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റുള്ള ഭാര്യമാരുടെ വീടിന്റെ മുമ്പിൽ ചെന്നു. സഹോദരാ സഹോദരി, പൂച്ചക്കാട് എന്നെ കേൾക്കാനെത്തിയ പാവപ്പെട്ട സഹോദരാ സഹോദരി, മറ്റുള്ള ഭാര്യമാരുടെ വീടെന്ന് പറഞ്ഞാല് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരില്ലേ? ആയിഷത്തും വാ ഹഫ്സത്തും വാ സൗദ, സഫിയത്തും മൈമൂനത്തും വാ റംല.
ഹിന്ദും വസൈനബൻ കഥാ ജുവൈരിയ ലിൽ മുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയ. ഹബീബായ നബി തങ്ങളുടെ 10 ഭാര്യമാർക്ക് 10 വീടുണ്ടായിരുന്നില്ല. മദീനത്തെ പള്ളിയുടെ ഭിത്തിയോട് ചേർന്നിട്ട് 8 മടം നീളമുള്ള 10 മടം വീതിയുള്ള ഒരു ഈത്തപ്പന മരത്തിന്റെ കുടിലുണ്ടാക്കി കൊടുത്തു. ആദ്യത്തെ കൊച്ചു റൂം ഹഫ്സാ ബീവിക്ക് കൊടുത്തു. രണ്ടാമത്തെ വർഷം കാക്കക്കൂടുണ്ടാക്കുന്നത് പോലെ രണ്ടാമത് റൂം അതിനോട് ചേർത്തുണ്ടാക്കി അത് ആയിഷ ബീവിക്ക് കൊടുത്തു. മൂന്നാമത് വീണ്ടും കാക്കക്കൂടുണ്ടാക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് ഒരു കൊച്ചു റൂം ഉണ്ടാക്കിയിട്ട് സൗദാ ബീവിക്ക് കൊടുത്തു. ഇങ്ങനെ പല പ്രാവശ്യം കാക്കക്കൂടുണ്ടാക്കുന്നത് പോലെ കൊച്ചു കൊച്ചു വീടുകൾ ഉണ്ടാക്കി കൊടുത്ത ഹബീബായ മുത്ത് തന്റെ ഭാര്യമാരുടെ വീടുകൾ ദാരിദ്ര്യത്തിന്റെ വീടായിരുന്നല്ലോ. ഹബീബായ നബി തങ്ങളുടെ ആ വീട്ടിലായിരുന്നല്ലോ. ആ വീടിന്റെ വാതിലൊരു പിടിവാതിൽ പോലും ഉണ്ടായിരുന്നില്ല. അത്രമേൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ വീടിന്റെ മുറ്റത്ത് പോയി നോക്കിയപ്പോ അവിടെ ഒന്നും എന്റെ ഹബീബിനെ ഞാൻ കണ്ടില്ല. പിന്നെ എന്റെ മനസ്സിൽ വല്ലാത്ത പേടിയായി. അല്ലാഹുവിന്റെ ഹബീബിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ? കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ മദീനത്തെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ, ആ സമയത്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ ഞാനൊരു കരച്ചില് കേട്ടു. എവിടെ നിന്നറിയാൻ പോയപ്പോ എന്റെ വീടിന്റെ വാതിലിൽ പിടിച്ചിട്ട് മദീനത്തെ പള്ളിയുടെ മുറിയിലേക്ക് നോക്കിയപ്പോ അവിടെ എന്റെ പ്രിയപ്പെട്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടന്നിട്ട് ദുആ ചെയ്തിട്ട് കരയുന്ന ശബ്ദമാണത്. ആയിഷ റളിയല്ലാഹു തആല പറയാ, പാതിരാ സമയത്തിന്റെ അടുക്കൽ കിടന്നിട്ട് ഞാൻ ഉറങ്ങിയപ്പോ ഒളു എടുത്ത് നിസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് അല്ലാഹുവിനോട് എന്താണ് ദുആ ചെയ്യുന്നതെന്നറിയാൻ ഞാൻ എന്റെ ചെവി ഇങ്ങനെ കൂർത്തു പിടിച്ചു. എനിക്ക് വേണ്ടിയായിരിക്കുമോ ദുആ? കാരണം റാത്തു സലാസിൽ യുദ്ധത്തിന് സഅദ് റളിയല്ലാഹു അൻഹു പോകുമ്പോ ഹബീബായ നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങയോട് ചോദിച്ചുവല്ലോ നബിയേ, ഈ ദുനിയാവിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം ആരോടെന്ന് ചോദിച്ചപ്പോ ഒരു നിമിഷം പോലും ചിന്തിക്കാതെ പറഞ്ഞത് അത് മറ്റാരോടുമല്ല, ആയിഷ. അതെന്റെ ആയിഷയോടാ, അതെന്റെ ആയിഷയോടാ. മുത്തുനബിയേ, 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 അങ്ങേക്കായിരം സലാം നബിയേ. മദീനയുടെ പച്ചക്കുപ്പയുടെ താഴെ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ ഹബീബേ, കൽബിന്റെ തബീബേ, ആദർശത്തിന്റെയും ആദർശത്തിന്റെയും അനുഗ്രഹത്തിന്റെയും അവാച്യമായ കരതലങ്ങളെ അനുഗ്രഹ വർഷമായിട്ട് ഈ അനന്തരികായുസിലേക്ക് ആരവം പോലെ തന്നെ ഈ ആധുനിക ലോകത്തിന്റെ പൂരണമില്ലാത്ത സമസ്യകൾക്ക് ദർശനങ്ങൾ കൊണ്ട് സമവാക്യം പറഞ്ഞ മുത്ത് ഹബീബേ, മുത്ത് ഹബീബേ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കൽബിന്റെ ഉള്ളിൽ പ്രിയപ്പെട്ട ഭാര്യയോടുള്ള പ്രണയത്തിന്റെ വിളക്കുമാണം കൂട്ടിച്ചേർത്ത് പറഞ്ഞ ഹബീബായ നബി തങ്ങൾ ഏറ്റവും ഇഷ്ടം ആയിഷയോടല്ലേ. രാത്രിയിൽ ദുആ സ്വീകരിക്കുന്ന തഹജ്ജുദിന്റെ സമയത്തുള്ള ദുആ എനിക്ക് വേണ്ടിയായിരിക്കുമല്ലോ എന്ന് ഞാൻ ഓർത്തപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആ ഞാൻ ശ്രദ്ധിച്ചു. ഏതാണ് ദുആ എന്നറിയോ? ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞ, ദരിദ്രനെ കുറിച്ച് പറഞ്ഞ ഈ സദസ്സ് ഇത് പറഞ്ഞ് വിനീതൻ അവസാനിപ്പിക്കട്ടെയോ? ഹബീബായ നബി തങ്ങൾ പാതിരാത്രിയിൽ തന്റെ പത്നിയുടെ അടുക്കൽ നിന്നെഴുന്നേറ്റ് പതിതമായ ശരീരത്തോടെ പരലോകത്തിന് വേണ്ടി ദുആ ചെയ്ത ആ ദുആ ഏതെന്നറിയോ? അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ വഅമിത്നി മിസ്കീനാ വഹ്ശുർനി ഗദൻ ഫീ സുംറത്തിൽ മസാകീൻ. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ. ഒരു ഭരണാധികാരിക്ക് അങ്ങനെ ദുആ ചെയ്യാൻ കഴിയില്ല മുസ്ലിമേ, ചെറുപ്പക്കാരാ. ഈ ഹബീബിന്റെ അനുയായിയായതിൽ അഭിമാനം കൊണ്ടു. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനാ. അല്ലാഹുവേ, നീ എന്നെ ഒരു ദരിദ്രനായി ജീവിപ്പിക്കണേ അല്ലാ. വഅമിത്നി മിസ്കീനാ. ദരിദ്രനായി
ദരിദ്രനായി മരിപ്പിക്കണേ റബ്ബേ. വഗ്ശുറുനീ ഗദം ഫീ സുംറത്തിൽ മസാകീൻ. നാളെ പരലോകത്തിന്റെ മിസ്കീന്മാരുടെ കൂട്ടത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുമ്മ അഹീനി മിസ്കീനാ, പാവപ്പെട്ടവനായി ജീവിപ്പിക്കണേ റബ്ബേ. പാവപ്പെട്ടവനായി ജീവിച്ചില്ലയോ, ദരിദ്രനായി ജീവിച്ചില്ലയോ. ഫാത്തിമ ബീവിയുടെ 2 കുഞ്ഞുമക്കള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പട്ടിണി കിടന്നിട്ട് നിലവിളിച്ചപ്പോ ആ പേരമക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ചൂതന്റെ ഈത്തപ്പഴത്തോട്ടത്തിൽ വെള്ളം കോരി നനച്ചില്ലയോ മുസ്തഫ. വെള്ളം കോരാൻ തൊട്ടി കിണറ്റിലേക്ക് ഇട്ടപ്പോ ആ കിണറ്റിന് തൊട്ടി വീണുപോയപ്പോ ചൂതൻ പ്രവാചകന്റെ മുതുകത്തടിച്ചിട്ട് അടിയേറ്റ് പൊളന്നില്ലയോ മുസ്തഫ. നബിയെ, അങ്ങ് ജീവിച്ചത് ദരിദ്രനായിട്ടാണല്ലോ. മരിച്ചപ്പെടും മണ്ണ് മിസ്കീനായിരുന്നല്ല നബിയെ. ആ സമയത്തും അങ്ങയുടെ പടച്ചട്ട ഒരു ജൂതന്റെ വീട്ടിലായിരുന്നല്ലോ നബിയെ. നാളെ ഞങ്ങളെ മിസ്കീന്മാരുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് എന്ന് ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്യുന്നത് കേട്ടോ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാ, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ആ ദുആ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇനിയും ദാരിദ്ര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുവോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഇനി എന്ത് ദാരിദ്ര്യം ഞങ്ങൾ അനുഭവിക്കാനാണ്. നബി തങ്ങളെ തഹജ്ജുദിൽ കിടന്ന് ദുആ ചെയ്യുമ്പോ നിറൽ ഹിലാല തുമ്മൽ ഹിലാല തുമ്മൽ ഹിലാല ശഹറൈനി മുത്തതാബിഐനി വഫീ അബിയാതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ അടുപ്പിന് തീ പുകഞ്ഞിട്ട് 3 മാസമായിട്ടുണ്ട്. 3 മാസമായി ഒരു ചൂടുവെള്ളം അനത്താൻ അടുപ്പിൽ തീ പുകയാത്ത വീട്ടിലെ ഗൃഹനാഥനാണ്. ഇനിയും എന്നെ ദരിദ്രനാക്കണേ എന്ന് ദുആ ചെയ്യുന്നത്. ഫാത്തിമയുടെ പേരമക്കള് ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഉറക്കത്തിൽ ഉറക്കം വരാതെ പൊട്ടിക്കരഞ്ഞ വീട്ടിലാണ്. മിസ്കീനാക്കണേ എന്ന ദുആ വന്നത്. സഹോദരാ സഹോദരി, അതുകൊണ്ട് ഈ പറഞ്ഞ വാക്ക് ചെറുതല്ല. മുത്ത് ഹബീബിന്റെ തഹജ്ജുദിന്റെ ദുആയാണത്. എന്തുകൊണ്ടാണ് ആ ദുആ എന്നറിയോ? എന്റെ സഹോദരനോട് സഹോദരിയോട്, സമ്പന്നനാമാൻ ലോട്ടറി എടുക്കുന്നവരോട്, സമ്പന്നനാമാൻ പലിശക്കെടുക്കുന്നവരോട്, സമ്പന്നത കിട്ടാൻ കച്ചവടത്തിന്റെ പങ്കാളിയെ ചതിക്കുന്നവനോട് ആരുടെയും വെട്ടിപ്പിടിച്ചു സമ്പന്നനാമാ ശ്രമിക്കുമ്പോ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദിന് ഇരുന്ന് ദുആ ചെയ്തതെന്നറിയോ? പടച്ചവനെ ദരിദ്രനാക്കണേ അല്ലാഹ്. കാരണം സമ്പന്നന്മാര് സ്വർഗത്തിലെത്തുന്നതിന് 500 വർഷം മുമ്പേ ദരിദ്രന്മാര് സ്വർഗത്തിലെത്തിയിരിക്കുമെന്ന് മുത്തൊളി മുത്ത് നബി മുഹമ്മദ് മുസ്തഫ. വെറുതെയാണോ ദുആ? സമ്പന്നന്മാർ സ്വർഗത്തിലെത്തുന്നതിന് 500 വർഷം മുമ്പേ ദരിദ്രൻ സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ സമ്പന്നന്മാര് സമ്പത്തിന്റെ മുഴുവൻ ഹിസാബ് കൊടുത്ത് കണക്ക് കൊടുത്തിട്ടേ സ്വർഗത്തിലെത്തൂ. അതുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫേ നന്നായി സദഖ ചെയ്തോളണേ എന്ന് ലോകൈക ഗുരു നബി മുഹമ്മദ് മുസ്തഫ. ഇത് പറഞ്ഞിട്ട് മദീനയിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്ന ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്നു ഔഫേ സദഖ ചെയ്തോളൂ, ഇല്ലെങ്കിൽ സ്വർഗ്ഗത്തിലെത്താൻ താമസിക്കും ഇബ്നു ഔഫേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ആമീൻ പറയ് മനുഷ്യന്മാരെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ സഹോദരാ, നമുക്കും സ്വർഗം വേണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടയോ? വേണം വേണം. അവര് മാത്രം സ്വർഗത്തിൽ പോയാ സമ്പന്നനും ദരിദ്രനും ഒക്കെ ഒരേപോലെ സ്വർഗത്തിൽ പോണ്ടേ? പോണോ വേണ്ടേ? വേണം. വേണോ എന്നുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കെ നോക്കട്ടെ. പടച്ചോനെ ചിലരൊന്നും കൈപൊക്കനേ ഇല്ല. ആ താത്തിട്ട് കൈവെക്കാൻ വന്ന എന്റെ ടിക്കറ്റ് ഉണ്ടായിട്ടൊന്നും എന്റെ ഒന്നുമില്ല. നമുക്ക് തന്നെ ഏതാ അവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ പോക്കറ്റ് ഒന്നുമില്ല, പിന്നെ നമ്മളെന്ത് പറയാൻ?
എന്നാൽ സഹോദര, വാക്കവി അവസാനിപ്പിക്കുക. ഇത് റമദാന് മുമ്പുള്ള, ഇനി റമദാൻ ലാസ്റ്റ് പ്രസംഗമാണ് കാസർഗോഡ്, ലാസ്റ്റ് പ്രസംഗം. ആകെ വല്ലപ്പെടുക വരിക. ഇത് ഇൻഷാ അല്ലാഹ് ഇനി നമ്മളെപ്പോ കണ്ടുമുട്ടുമെന്ന് അറിയില്ല. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഇവിടെ തടിച്ചുകൂടിയ സഹോദരിമാരും സഹോദരങ്ങളും കേട്ടോളി, ഇന്നത്തെ വഅദിന്റെ സാരോപദേശം ഇതാണ്. അല്ലാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ഇവിടത്തെ കൊട്ടാരത്തിൽ കിടന്നാൽ മതിയോ? സ്വർഗത്തിന്റെ കൊട്ടാരത്തിൽ കിടക്കണ്ടേ? വേണോ മനുഷ്യന്മാരെ? വേണോ ഹബീബിങ്ങളെ? വേണ്ടേ? എന്നാൽ ഇന്ന ഫിൽ ജന്നത്തി ലഉറഫാ, നാളെ സ്വർഗത്തിലൊരു മണിമാളികയുണ്ട്. ആ മണിമാളികയിൽ അകത്ത് നിന്നാൽ പുറങ്ങാടാ, പുറത്ത് നിന്നാൽ അകങ്ങാടാ. ആ സ്വർഗത്തിലൊരു മണിമാളിക, അതിന് നിന്റെ ഭാര്യയോടൊത്ത് മക്കളോടൊത്ത് അല്ലാഹു നിനക്ക് ആ മണിമാളിക നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലൊരു വലിയ മണിമാണിക്യ കൊട്ടാരമുണ്ട്. ആ കൊട്ടാരത്തിൽ സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടാക്കിയ ഭിത്തിയിൽ വെള്ളി കൊണ്ട് ചെറിയ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ആ കൊട്ടാരം തരട്ടെ. ആമീൻ പറയ്. അള്ളാഹു നമുക്ക് ആ കൊട്ടാരം തരട്ടെ. ഇന്നത്തെ രാത്രിയുടെ പ്രത്യേകത എന്താണ്? റജബിന്റെ ആദ്യത്തെ രാവാണ്. ഇന്നത്തെ ദുആ കബൂലാണ്. റജബ് ഹബീബായ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസം. അതുകൊണ്ട് ഇന്നത്തെ ദുആ നഷ്ടപ്പെടുത്തല്ലേ. റജബിന്റെ രാത്രി. മാഷാ അല്ലാഹ്, അങ്ങനെ ഒരു അനുഗ്രഹം. ഇത് റമദാൻ മുമ്പാണ് ലാസ്റ്റ് പ്രസംഗം. ഇനിയില്ല. ഇനി റമദാനൊക്കെ കഴിഞ്ഞ് ഇനി എത്ര വർഷം, ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് ഇനിയിപ്പോ കാസർഗോഡ് കാണില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു കണ്ടുമുട്ടുന്ന സമയത്ത് നല്ലത് പറഞ്ഞ് പിരിയാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, ആ സ്വർഗത്തിലെ കൊട്ടാരം ആർക്ക് കിട്ടും നബിയേ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞ 4 കൂട്ടർക്ക്. എത്ര പേർക്ക്? 4 സ്വഭാവമുള്ള ആളുകൾക്ക്. ഈ പറയുന്ന 4 കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 4 സ്വഭാവമുള്ള ആളുകൾ. ഇൻഷാ അല്ലാഹ് ഈ ഫക്കീർ ഇത് പറഞ്ഞു തരാം. ആ 4 സ്വഭാവം ഇനിയുള്ള ജീവിതത്തിൽ നിലനിർത്തണേ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? സഹോദരിമാരെ കേട്ടോളീ, ആ കൊട്ടാരം ആർക്കുള്ളതാ? 1 തതീബുൽ കലാം, നല്ല വർത്തമാനം പറയുന്ന ആളുകൾക്ക്. അയാള് നല്ല വർത്താനേ പറയൂ, മോശമായ വർത്താനം പറയൂല. ആരോടും പറയൂല, ഒരാളോടും മോശമായ വർത്താനം പറയില്ല, ഒരാളുടെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയില്ല. അങ്ങനെ തതീബുൽ കലാം, നല്ല വർത്തമാനം പറയുന്ന ആൾ. പറഞ്ഞൂടെ? മറ്റൊരാളുടെ മനസ്സ് വേദനിപ്പിക്കാത്ത വർത്താനം. എന്റെ സമയമായ നിർത്താൻ സമയ ഇല്ല. ആ കാമണിക്കൂറും കൂടെ നമ്മൾ പറഞ്ഞ സമയം തീർന്നു. 1, നമ്മളിവിടെ പോയിട്ട് വാള് പറഞ്ഞതിനൊരു ഗുണം വേണ്ടേ? 1, ഇതൊന്ന് പറഞ്ഞാല് നമ്മളതിനകത്തേക്ക് ഇറങ്ങും. അതിനായി പറയിപ്പിക്കണേ. തതീബുൽ കലാം, നല്ല വർത്താനം. ഭാര്യയോട്, മക്കളോട്, നാട്ടുകാരോടും വീട്ടുകാരോടും നല്ല വർത്താനമേ പറയൂ. സഹോദരാ, ഒരാളുടെ മനസ്സും മുറിവേൽപ്പിക്കാത്ത വർത്തമാനം. ഒരാളെ കത്തി കൊണ്ട് പോറിയാൽ ആ മുറിവുണവൻ കേൾക്കാം. പക്ഷേ നാവ് കൊണ്ട് വേദനിപ്പിച്ചാൽ മരണം വരെ ആ മുറിവ് ഭേദമാവില്ല. അതുകൊണ്ട് ഒരാളെ ഈ നാവ് കൊണ്ട് മുറിവേൽപ്പിക്കല്ലേ. അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ ചിന്തിച്ചൂടെ? എല്ലാരോടും നല്ല വർത്താനം പറയാ. ഭാര്യയോട്, മക്കളോട്. വാപ്പ പറയണ്ട. വാപ്പ എന്ത് പറയണം? എന്റെ പൊന്നുമോനെ, യാ ബുനയ്യ അഖിമിസ്സലാ. മക്കളോട് നല്ല വർത്താനം പറയണം. അല്ലാതെ മക്കള് വാപ്പാനെ കാണുമ്പോഴേ ഓടി ഒളിക്കണം, അങ്ങനെ വേണ്ട. മക്കളോട് നല്ല വർത്താനം പറയണം. ഓ, എന്റെ ഉപ്പ നല്ല രീതിയിൽ വർത്താനം പറയും. ചില ഉപ്പമാരുണ്ട് ദജ്ജാലിന് മാതിരിയാ, ഒരുമാതിരി ചിന്നു കൂടിയ മാതിരിയാ. അങ്ങനെ പറയല്ലേ. ഏറ്റവും നല്ല വാപ്പയാരാ? ഏറ്റവും നല്ല വാപ്പയാരാ? ഏറ്റവും നല്ല പിതാവാരാ? ഇവിടെ മക്കളുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിയാ നോക്കട്ടെ. എന്നിപ്പോ പറയാം, മക്കളുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. പിതാക്കന്മാർ ഏറ്റവും നല്ല, നിങ്ങൾ നല്ല പിതാവാണോ?
ഏറ്റവും നല്ല പിതാവാരാ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വീട്ടിലിരിക്കുന്ന മക്കൾ എന്റെ ഉപ്പയൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന്, എന്റെ ഉപ്പ ഇന്ന് നേരത്തെ വന്നിരുന്നെങ്കിൽ എന്ന് ഏതും മക്കൾ ആഗ്രഹിക്കുന്നുവോ, മക്കളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച ഉപ്പയാണ് ഏറ്റവും നല്ല ഉപ്പയെന്ന് മുത്തു മുസ്തഫ. ആണോന്ന് ചിന്തിച്ചാൽ മാത്രം മതി. അതുകൊണ്ട് മക്കൾ എന്റെ ഉപ്പ വന്നിരുന്നെങ്കിൽ എന്റെ ഉപ്പ എന്നോട് തമാശ പറയൂല്ലോ, എന്റെ ഉപ്പ എന്നോട് കളി പറയൂല്ലോ, എന്റെ ഉപ്പ എന്നെ മടിയിൽ കയറ്റിയിരുത്തിട്ട് കൊഞ്ചിക്കൂല്ലോ. എന്റെ ഉപ്പ എന്നെ മടിയിലിരുത്തി കൊഞ്ചിക്കൂല്ലോ. പെട്ടെന്ന് കരച്ചിൽ വന്നാണ്. എന്റെ മോള് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പാടി ഞാൻ മിണ്ടൂല്ല, പോയിട്ട് 3-4 ദിവസമായി. ഇറങ്ങുമ്പോ പറയും 2 days കഴിയുമ്പോ വരണം. ഏറ്റവും നല്ല ഉപ്പയാർ അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ, സാലിഹത്തുകളാക്കട്ടെ. എപ്പ ഇറങ്ങുമ്പോഴും എന്നോട് പറയും 2 days കഴിയുമ്പോ വാപ്പി വീട്ടിൽ വരണം. അങ്ങനെ ആവണം മക്കളോട്. എന്റെ ഉപ്പ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് വീട്ടിലിരിക്കണ മക്കൾ ഉപ്പാനെ കുറിച്ച് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഉപ്പ ഏറ്റവും നല്ല ഉപ്പയാണ്. അതുകൊണ്ട് തത്തീബുൽ കലാം, എല്ലാവരോടും നല്ലത് പറയാ. ഇൻഷാ അല്ലാഹ് 2 സമയമില്ലല്ലോ മുഅ്മിനേ. 2 ധാരാളമായി ഭക്ഷണം കൊടുക്കുക. പാവപ്പെട്ടവരോട്, ദരിദ്രരോട്, അഗതികളോട്, അനാഥകളോട്, അരശരണരോട്, നിരാലംബരോട്, നിരാശ്രയരോട്, നിദ്രാവിഹീനരോട്, ചുത്തടക്കാൻ ഭക്ഷണമില്ലാത്ത പാവപ്പെട്ടവന് ഏത് സമയത്തും ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുക. സഹോദരാ, കൊടുക്കണ്ടേ? ഭക്ഷണം കൊടുക്കുന്നത് നമ്മുടെ ഒരു ബറക്കത്തല്ലേ. പള്ളിയിൽ മുത്തഅല്ലിമീങ്ങളുണ്ട്, പള്ളിയിൽ ആലിമീങ്ങളുണ്ട്. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ മുൻപന്തിയിലാവണ്ടേ. നാളെ സ്വർഗത്തിനൊരു മാളിക വേണോ? ധാരാളമായി ഭക്ഷണം കൊടുക്കണേ. പള്ളിയിൽ 20 മുത്തഅല്ലിങ്ങളുണ്ട്, പക്ഷേ ഭക്ഷണം കൊടുക്കാൻ കമ്മിറ്റി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. പൊന്നുമോനെ, നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും ബറക്കത്തുള്ള കാലമേടെന്നറിയോ? പള്ളിയിലെ ദറസിൽ പഠിക്കുന്ന മുത്തഅല്ലിമ് 3 നേരം നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഇശാ കഴിഞ്ഞ് ഭക്ഷണവും കഴിഞ്ഞ് പോകാൻ നേരത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലി സാഹിബിത, ആ കുഞ്ഞുമോൻ നമ്മുടെ ഉറ്റത്തിരുന്നിട്ട് അല്ലാഹുമ്മ തഇംന, അല്ലാഹുമ്മ അതഇംന വഅതഇംന തഅമന വസ്കിനാ വസ്കി മൻ സക്കാന, അല്ലാഹുമ്മ ഗ്ഫിർ ലഹും വറഹംഹും വബാരിക് ലഹും ഫീമാ റസഖ്തഹും. പടച്ചവനെ, എന്നെ ഭക്ഷണം തന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണേ റബ്ബേ. അവരുടെ ഭക്ഷണത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ സമ്പത്തിന് നീ അനുഗ്രഹം കൊടുക്കണേ അല്ലാഹ് എന്ന് ഭക്ഷണം കഴിച്ച മുത്തഅല്ലിമ് ഇശാ കഴിഞ്ഞിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ദുആ ചെയ്തിറങ്ങിപ്പോയ ഒരു കാലം മുസ്ലിം ഉമ്മത്തിന് പറയാനുണ്ട്. അന്ന് ഇത്രമേൽ ക്യാൻസർ പടർന്നു പിടിച്ചിട്ടില്ല, ഇത്രമേൽ കടബാധ്യതകൾ വന്നിട്ടില്ല. മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും നല്ല കാലം ദറസിലെ മുത്തഅല്ലിമീങ്ങൾ കന്നം വിളമ്പി കൊടുത്തിട്ട് അവരുടെ ദുആയോടുകൂടി ഒരു പകൽ അവസാനിച്ച ദിവസമാണ്. അല്ലേ അല്ലേ? ഇന്ന് നമുക്ക് നമ്മൾ ഭക്ഷണം വെക്കൂല. ഭർത്താവിനോട് പറയും പിസ്സ, ബർഗർ, പിസ്സ, ബർഗർ അതൊക്കെ തിന്നിട്ട് നമ്മൾ ഒരുമാതിരി ബ്ലോക്ക് കോഴിയമാതിരി അങ്ങനെ നടക്കുകയാണ്. വീട്ടില് സ്വന്തം ഭർത്താവിന് വേവിച്ചു കൊടുക്കാൻ പെണ്ണുങ്ങൾക്ക് സമയമില്ല. ധാരാളമായി ഭക്ഷണം കൊടുക്കുക. ചെറുപ്പക്കാരെ, എന്റെ പൊന്നു യുവാക്കളെ, മുമ്പിലൊരു പാവപ്പെട്ടവനെ കൊണ്ട് ഭക്ഷണം കൊടുത്തോളി, സ്വർഗത്തിന്റെ മാളിക ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 3 സമയമില്ല മനുഷ്യന്മാരെ. 3 ധാരാളമായിട്ട് നോമ്പ് പിടിക്കുക, ധാരാളം നോമ്പിനെ വർദ്ധിപ്പിക്കുക. തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും നോമ്പ് പിടിക്കുക. ആശൂറായിന്റെ, താസുആയിന്റെ, ഇദാ റജബത്തി, ഏറ്റവും കൂടുതൽ ഹബീബായ നബി തങ്ങൾ സുന്നത്ത് നോമ്പ് പിടിച്ച മാസമാണ് റജബ്. ഈ റജബിന്റെ മാസത്തിൽ ധാരാളമായി സുന്നത്ത് നോമ്പ് പിടിക്കുക.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഇത്ര നേരം മകൾ പറഞ്ഞിട്ട് ബാക്കി ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ജീവിതത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് ഹബീബായ നബി തങ്ങളോട് പരാതി പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരോട് പിണങ്ങിയിട്ട് വീട്ടിൽ പോയി പള്ളിയിൽ പോയി കിടന്നപ്പോ ഹബീബായ നബി തങ്ങളോട് ഖുർആന്റെ ആയത്തിറങ്ങി, നബിയെ ദാരിദ്ര്യത്തിൽ അങ്ങയോട് കൂടെ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ആ പെണ്ണുങ്ങളോട് ഫതആലൈന ഉമത്തികുന്ന വൗസരിഹുന്ന സറാഹൻ ജമീലാ, അവരെ തലാഖ് ചൊല്ലി ഒഴിവാക്കിയേക്ക് നബിയെ. അങ്ങയുടെ ഭാര്യമാരെ ഒഴിവാക്കാൻ പറഞ്ഞപ്പോ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ ആരെ ഒഴിവാക്കിയാലും ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഒഴിവാക്കല്ല നബിയെ. ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ, ആരെ ഒഴിവാക്കിയാൽ ഹഫ്സയെ ഒഴിവാക്കരുത് റളിയല്ലാഹു അൻഹാ. പൂച്ചക്കാരനെ കേൾക്കാനെത്തിയ പെങ്ങളെ എന്നാ ഹഫ്സ ബീവിയുടെ പ്രത്യേകത എന്നറിയോ? ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമാ, ഫഇന്നഹാ സവ്വാമാ. ഹഫ്സ ബീവി ധാരാളം നോമ്പ് പിടിക്കുന്ന പെണ്ണാണ്. സുന്നത്ത് നോമ്പോട് നോമ്പാണ്, നോമ്പ്, വ്യാഴാഴ്ച നോമ്പ്, ആശുറ ഇന്ന നോമ്പ്, താസുഅ ഇന്ന നോമ്പ്, റജബ് 27 നോമ്പ്. സഹോദരാ സഹോദരി, ഏത് സമയത്തും നോമ്പാണ് നോമ്പാണ് നോമ്പാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം ആഡംബരമല്ല, സൗന്ദര്യമല്ല, ശാരീരിക ഭംഗിയല്ല, ഹഫ്സ ബീവിയുടെ യോഗ്യത നേടണം പെണ്ണ്. ഹഫ്സ ബീവി നോമ്പ് പിടിക്കുന്ന പെണ്ണാണ്. രാത്രി സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന പെണ്ണാണ്. സ്വർഗത്തിലെ മാളിക കിട്ടാനുള്ള 4ാമത്തെ വഴി തതീബുൽ കലാം, ഇത്ആമുത് തആം, കസറത്തുസ് സിയാം, സല്ലൂ ബിൽ ലൈലി വന്നാസു നിയാം, സല്ലൂ ബിൽ ലൈലി വന്നാസു നിയാം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണേ. തതജാഫാ ജുനൂബുഹും അനിൽ മലാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. എല്ലാവരും സ്ഥിരീകരിച്ച പുലരിയിൽ ഉറക്കത്തിന്റെ കരിമ്പടം പുതച്ച് കിടക്കുമ്പോ എഴുന്നേറ്റ് റബ്ബിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിക്കണേ. എന്നാൽ അല്ലാഹു നിനക്ക് സ്വർഗ്ഗം മണിമാളിക നൽകുമെന്ന് റൂഹി പിതാ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തട്ടെ.